ഒരു 7 ദിവസത്തേക്ക് വർക്കിംഗ് പീരീഡ് എന്നൊരു പീരീഡ് ഉണ്ട്. ഇതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളെ വർക്ക് ചെയ്ത് എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിന്റെ അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ഇന്നലെ തൊട്ടേ സംസാര അപ്പോയിന്റ്മെന്റ് കുന്നുകൂടി ഇരിക്കുക, അതെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാ. സോ ജീവിതത്തിന്റെ ഏറ്റവും സീക്രട്ട് ആഴങ്ങളിലേക്ക് പോകാട്ട. നിങ്ങൾക്ക് ഇതൊന്നും എവിടെയും കിട്ടില്ല. ഒന്നാമത് നിങ്ങൾക്ക് ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ അവിടെ വേണം വിടാം. അതെ, ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്തോ, നിങ്ങൾ നേരിട്ട് റെക്കോർഡ് ചെയ്ത് എവിടെ വേണം കിട്ടും. പക്ഷെ വിടുമ്പോ ഒരു കണ്ടീഷൻ ഉണ്ട്. സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ വിടാൻ ശ്രമിക്കുക. കഷ്ണം വിടുമ്പോ ആർക്കൊന്നും മനസ്സിലാവില്ല. സോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സീക്രട്ട്, ടോപ്പ് സീക്രട്ടിലേക്ക് നമ്മൾ പോവുക. ഈ സീക്രട്ട് എങ്ങനെ കണ്ടുപിടിച്ച ഒരു ആസ്ട്രോളജർ ആയ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് പല ആളുകളുടെ വ്യക്തിത്വം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് പഠിച്ചത്. അപ്പൊ ഒരു പുസ്തകം നോക്കി പഠിച്ചതൊന്നല്ല ഞാൻ. അനുഭവങ്ങളിലൂടെ പഠിക്കുക സംഭവം ഉണ്ട്. ഏകദേശം ഒരു 3200ഓളം അപ്പോയിന്റ്മെന്റ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞു. ഓക്കെ. റെക്കോർഡിങ് സ്ക്രീൻ റെക്കോർഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. 3000ഓളം അപ്പോയിന്റ്മെന്റ്സ് നമ്മൾ കഴിഞ്ഞു. 3200ഓളം ഇപ്പൊ ആയി ഏകദേശം. അതിന് മുകളിലായി. ഏകദേശം കണക്കാ പറഞ്ഞത്. അപ്പൊ അത്രയും പേരുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ ഭൂമിയിൽ പിറവി എടുത്തിട്ടുണ്ട്. നിങ്ങൾ പിറവി എടുക്കുമ്പോ നിങ്ങളുടെ മൂക്കും കണ്ണും വായും ചെവിയും ബോഡി ലാംഗ്വേജും നിങ്ങളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ പോലും നിങ്ങളുടെ മുൻ തലമുറയിൽപ്പെട്ട ആരുടെ ഒക്കെയോ ആയിരുന്നു. ഇത് നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ വന്ന് പ്രൂവ് ചെയ്യാം. എവിടെ വേണമെങ്കിലും വന്ന് ഞാൻ തെളിയിക്കാം. പക്ഷെ എന്ത് വേണം? നിങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇന്ന് ചേച്ചിയുടെ അപ്പോയിന്റ്മെന്റ് നോക്കട്ടെ ചേച്ചി കേട്ടോ. അപ്പോ നിങ്ങളുടെ പാരമ്പര്യത്തിൽ ആരുടെയോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളാണ് നിങ്ങൾ. ഇത് തെളിയിക്കാൻ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ പാരമ്പര്യത്തിൽ 3 തലമുറ മുമ്പുള്ള എല്ലാ ആളുകളുടെയും വരെയുള്ള, അത് അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, നിങ്ങൾ, നിങ്ങളുടെ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, അമ്മ, അമ്മയുടെ അമ്മ, അമ്മാമ്മ, വലിയച്ഛൻ, വലിയച്ഛന്മാര്, അച്ഛന്റെ അനിയന്മാര്, ചേട്ടന്മാര്, പാപ്പന്മാര്, അമ്മയുടെ അനിയന്മാര്, ചേട്ടന്മാര്, ഇവരുടെ എല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് സമയം കിട്ടാൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യണം. ഇവരുടെ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് സമയം കിട്ടിയാൽ അതിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. ആനന്ദ നായര് മറ്റേ ചന്ദ്രൻ നോക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നവിടെ പുറകില്? അപ്പോ അതിൽ നിങ്ങൾ ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. നിങ്ങളെ കണ്ടുപിടിക്കാൻ അതിനുള്ളിൽ നിങ്ങളുണ്ട്. സോ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഭൂമിയിൽ പറയുന്നത് നിങ്ങളുടെ മുൻ പാരമ്പര്യത്തിൽ ഉള്ള ഏതോ ഒരു DNA കണക്റ്റഡാ. ചിലപ്പോൾ ഒരെണ്ണാവുന്നില്ല, രണ്ടെണ്ണാവും. അച്ഛന്റെയും അമ്മാമ്മയുടെയും. അപ്പൊ അച്ചാച്ചന്റെയോ അമ്മാമ്മയുടെയോ അമ്മൂമ്മയുടെയോ ഏതോ ഒരു സ്വപ്ന സാക്ഷാത്കാരം. ഇതാണ് സ്വപ്ന സാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം അല്ല കേട്ടോ, രണ്ടാ. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ തീർക്കാനാണ് നിങ്ങൾ ഭൂമിയിൽ പിറവെടുത്തത് എന്നർത്ഥം. അപ്പൊ നിങ്ങൾ പലരും കുട്ടികളോട് പറയാറില്ലേ, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മോളെ, ഡാൻസുകാരാവണമെന്നായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ല. അത് ഞാൻ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പഠിപ്പിക്കാറില്ലേ? ശരിയല്ലേ? നിങ്ങളുടെ അമ്മയും ഡയലോഗ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അമ്മച്ചിയും ഇതുപോലത്തെ ഡയലോഗ്, അപ്പച്ചനും ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ എടുത്തത്. എനിക്ക് ഇന്നതായിരുന്നു ആഗ്രഹം, അപ്പൊ നടന്നില്ല. നീയെങ്കിലും ആവണം. കേട്ടിട്ടില്ലേ പറയുന്നത്? അപ്പോ നിങ്ങൾ പിറവിയെടുത്തത് നിങ്ങളുടെ മുൻ തലമുറയിലെ മുതുമുത്തച്ഛന്മാരുടെ കർമ്മ അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് എന്ന് അർത്ഥം. നിങ്ങൾ ഇവിടെ പിറവിയെടുത്തത് നിങ്ങളുടെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണെന്ന് അർത്ഥം. ഇവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ അടി. നിങ്ങൾ പറയും എനിക്കിത് വേണം, അച്ഛനും പറയും നീ ഇങ്ങനെ പോയാൽ മതി, നീ ഇങ്ങനെ പോവാത്ത. അപ്പൊ നമ്മൾ പറയല്ല, എനിക്ക് ഇങ്ങനെ പോയാൽ മതി, നീ ഇങ്ങനെ ആയാൽ മതി. ഈ അടിയാണ് ആദ്യത്തെ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന അടി. ചില അമ്മയും പറയും നീ ഡാൻസുകാരി, അപ്പൊ പറയും എനിക്ക് പാട്ട് മതി, നീ എഞ്ചിനീയർ ആവണം, എനിക്ക് ഡ്രൈവർ ആയാൽ മതി.
ഈ ആത്മസാക്ഷാത്കാരവും സ്വപ്ന സാക്ഷാത്കാരവും തമ്മിലുള്ള അടിയും ബഹളവുമാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അന്തസ്സത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ ഫൈറ്റിങ്ങും ഇതാണ്. ചെറുപ്പത്തിലെ അച്ഛനമ്മയായിട്ടുള്ള ഫൈറ്റിങ്, വലുപ്പത്തില് ടീച്ചർമാരായിട്ട് ഫൈറ്റിങ്, അതും കഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ കൂട്ടുകാരന്മാരായിട്ട് ഫൈറ്റിങ്, അത് കഴിഞ്ഞാൽ നാട്ടുകാരും ജനങ്ങളായിട്ടുള്ള ഫൈറ്റിങ്. ശരിയല്ലേ? ചെറുപ്പത്തില് അച്ഛനമ്മയും പറയും ഇങ്ങനെ പോ അത് ചെയ്യില്ല. പറ്റൂല ഇങ്ങനെ പോണം ഇങ്ങനെ പോണം. ഏകദേശം ഒരു 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർമാരായിട്ട് ഫൈറ്റിംഗ്. ടീച്ചർ നീ നന്നാവൂലടാ, നീ ഇത് പറ്റൂല, എനിക്ക് നന്നായി പറ്റും, എനിക്ക് ഇങ്ങനെയാണ്, ഞാൻ പഠിക്കൂല, ഞാൻ നന്നാവൂല അച്ഛാ എന്ന് പറഞ്ഞിട്ട് ടീച്ചർമാരായിട്ട് ഫൈറ്റിംഗ്. അല്ലെ? ടീച്ചർ മലയാളം പഠിക്ക്, ഇത് പഠിക്ക്, എനിക്കത് പറ്റൂല, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചൂല, മലയാളം പഠിച്ചൂല, എനിക്കത് വേണ്ട, എനിക്കിതാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ പറയൂ. ടീച്ചർ പറഞ്ഞു നീ പാട്ട് പഠിക്കും, അപ്പൊ എനിക്ക് വരയാണ് താല്പര്യമുണ്ട്, വരയാണ് പുറത്ത് പോകും. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് നിങ്ങൾ ഡിഗ്രിക്ക് പോകുമ്പോൾ പിന്നെ ടീച്ചർമാരൊന്നും പറയില്ല. അപ്പൊ നിങ്ങൾ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞു, ഒരു നഴ്സിംഗ് ആവാം, വെറുതെ. അത് കഴിയുമ്പോൾ നിങ്ങൾ കൂട്ടുകാരന്മാരുടെ അടി, കൂട്ടുകാരാ നീ ഇങ്ങനെയല്ല പോണ്ടത്, നീ എന്തിങ്ങനെ, ഞാനിങ്ങനെയാണ്, എന്താ കുഴപ്പം, എടാ വെള്ളം അടിക്കണ്ട, വെള്ളം അടിക്കാം, കഞ്ചാവ് അടിക്കാം, ഇങ്ങോട്ട് വായോ. അപ്പൊ നിങ്ങൾ ആ കൂട്ടുകാരന്മാരുടെ വലയത്തിൽ വിട്ട് അവരുടെ കൂടെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും. തർക്കങ്ങൾ അവിടെ. അത് കഴിഞ്ഞ് നിങ്ങൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞ് വലുതായി കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ് പിന്നെ തർക്കം പോകുന്ന നാട്ടുകാരായിട്ടാ. പിന്നെ വലിയ വലിയ ആളുകളായിട്ട് തർക്കം, നാട്ടുകാരുടെ തർക്കം എന്ന് പറഞ്ഞാൽ മാനസിക തലത്തിലാണെന്ന് മാത്രം. ഈ സ്വപ്ന സാക്ഷാത്കാരം നടക്കാൻ വേണ്ടിയുള്ള തർക്കങ്ങളാണ് ബാക്കി ഈ നടക്കുന്ന തർക്കങ്ങൾ മുഴുവൻ. അതിന്റെ ഇടയിൽ നിങ്ങളുടെ ആത്മസാക്ഷാത്കാരം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയി. അവിടെയാണ് ഈ പ്രശ്നം. ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഫാമിലിയുടെയും അച്ഛനെയും അമ്മയുടെയും സ്വപ്ന സാക്ഷാത്കാരങ്ങളിൽ നിങ്ങൾ ഇടപെട്ട് അവരോട് ഫൈറ്റ് ചെയ്ത് യുദ്ധം ചെയ്ത് നിങ്ങളുടെ ആത്മസാക്ഷാത്കാരം എന്താണെന്ന് ചോദിച്ചാൽ പിടിയില്ലായിരിക്കും. അങ്ങനൊരു സാധന ഇത് ഇപ്പഴാ കേൾക്കണേ. ചിലപ്പോൾ നിങ്ങൾ തന്നെ പറയും ആ വാക്ക് കേട്ടിട്ടുണ്ട്, പക്ഷെ അതെന്താണ് എന്നുള്ള പൊരുൾ ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് അല്ലെ. സോ അവിടെയാണ് നിങ്ങൾക്ക് ആദ്യത്തെ പിഴവ് പറ്റിയത്. എവിടെയാണ് നിങ്ങൾക്ക് പിഴയ്ക്കുന്നത്? നമ്മളിപ്പോ ഏറ്റവും പല മോട്ടിവേഷൻ സ്പീക്കിങ്ങും ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വലിയ ഇന്റർനാഷണൽ ലെവലിലൊക്കെ മോട്ടിവേഷൻ സ്പീക്കർമാസ് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരൊന്നും നമുക്ക് എവിടെ പിഴവ് പറ്റി, അത് എവിടെ പോയിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആരും പഠിപ്പിക്കുന്നില്ല, ആരും പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ കണ്ണാടിയിൽ എഴുതി വെക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്ക്, നിങ്ങൾ അവിടെ നിൽക്ക്, നിങ്ങൾ തലകുത്തി നിൽക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഭയങ്കര മോട്ടിവേഷനാ. ആ ക്ലാസ് അത് കഴിഞ്ഞോ, അതുകൊണ്ട് കഴിഞ്ഞ് വീട്ടിലെത്തി വേഗം. അതായത് അവർക്കാർക്കും, ഞാൻ കുറ്റം പറഞ്ഞൊന്നല്ല, അവർക്കാർക്കും എന്നിൽ നിരന്തരമായിട്ടൊരു ഊർജത്തെ തരാൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? ആ സമയത്ത് കറക്റ്റാ. ആ സമയത്ത് ഞാനിപ്പോ റെഡിയാക്കി തരാം. നാളെ കാലത്ത് മുതൽ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ശരിയായി. ഈ മോട്ടിവേഷൻ സ്പീക്കിങ് എന്റെ അമ്മോ ഭയങ്കര സംസാരമല്ല, അവരുടെ സംസാരം അവർക്ക് അങ്ങനെ തന്നെ. അത് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചാർജ് ആവും. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഡോക്ടറായിട്ട് നാളെ നേരം എനിക്കില്ലേ എനിക്ക് എന്തിന് കുറച്ച് കേട്ടെ വൈ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഊർജം കുറച്ചു നേരമേ നിലനിൽക്കൂ എന്നർത്ഥം. പക്ഷെ ഞാൻ തരുന്ന ഊർജം നിരന്തരമായിട്ട് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും മരണം വരെ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മരിക്കുന്നത് വരെ നിങ്ങൾ ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കും. ഞാൻ അത്രയും ശക്തമായിട്ട് നിങ്ങൾക്ക് തരുന്നില്ല, കാരണം അത്രയും പവറായിട്ട് നിങ്ങളുടെ തലകടിച്ചിട്ട് നിങ്ങൾ തല പൊട്ടി തെറിച്ചു പോകും. ചെറിയ ക്യാപ്സൂൾ രൂപത്തിൽ തരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മെണ്ടടിച്ചു പോകുന്നർത്ഥം ഞാൻ ശരിക്കും സംസാരിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. അമ്മാതിരി ഡയലോഗ് എനിക്ക് പറയാൻ പറ്റും. ആസ് എ മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടല്ല, മനസ്സിലായോ? തലേന്ന് അടിച്ചു പോകും. ജന്മണി ഉറക്കം പറ്റില്ല. ഓരോ കാലത്തും ഇത് ഓർമ്മ വരും. ദൈവമേ, ആ രീതിയിൽ സംസാരിക്കാൻ പറ്റും. അതുകൊണ്ടാ പറയുന്നത് നിങ്ങളുടെ ഉറക്കം കളയാനുള്ള വഴി എന്റെ കയ്യിലുണ്ട്. പക്ഷെ മറ്റുള്ള മോട്ടിവേഷൻ സ്പീക്കറൊക്കെ എന്ത് ചെയ്യും? ഉറക്കം കൂട്ടുക ചെയ്യുക. കാരണം അവിടെ എനർജി ആ എനർജി മുഴുവൻ എനർജി മുഴുവൻ എടുത്തൂലോ മെമ്മറിന്ന്. ഈ എനർജി സ്വീകരിക്കാൻ വേണ്ടി വീണ്ടും തുറക്കും. അതുകൊണ്ട് മോട്ടിവേഷൻ സ്പീക്കിംഗ് നിങ്ങൾ എവിടെ പോയി അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും പിറ്റേ ദിവസം നന്നായിട്ട് 2 ദിവസം ഉറങ്ങേണ്ടി വരും. കാരണം ആ എനർജിനെ വീണ്ടും ബോഡിയുള്ളിലേക്ക് കയറ്റി വെക്കണ്ടേ. ഇവിടെ അതുകൊണ്ടാണ് ഈ മോട്ടിവേഷൻ സ്പീക്കിംഗ് സക്സസ് ആവില്ല. അവരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒരു ആത്മീയ ആചാര്യൻ എന്നും ആത്മീയ ആചാര്യനാണ്. എന്തുകൊണ്ടാണ് അവർ നിരന്തരമായിട്ട് നിൽക്കുന്നത്? മോട്ടിവേഷൻ സ്പീക്കിംഗ് പല ആളുകൾക്ക് യൂട്യൂബിലൂടെ കാണാം.
എത്ര കൊല്ലായിട്ട് ഇപ്പൊ എല്ലാവരും കണ്ടു ജസ്റ്റ് ഒരു 5 കൊല്ലമായിട്ടോ 3 കൊല്ലമായിട്ടോ കണ്ടു അല്ലെ? നിരന്തരം അവർക്ക് ഉണ്ടാവില്ല. നിരന്തരം ഉണ്ടാവണമെങ്കിൽ അവർ വേറെ വേറെ വിഷയങ്ങളിലേക്ക് പോകും. ഒരു വിഷയം മാത്രമല്ല, വേറെ വിഷയം എടുത്ത് വേറെ സബ്ജക്ട്, വേറെ ബിസിനസ്, വേറെ കമ്പനി, വേറെ വേറെ പോകും. പുതിയതിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒരു ആത്മീയ ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഒരേ വിഷയം തന്നെയാണ്, പക്ഷെ ഒരേ കണ്ടന്റ് തന്നെയാണ്. അത് പല രീതിയിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ തരുന്നതോറും ആത്മീയ ആചാര്യൻ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്നർത്ഥം. ബാബ, ഉദാഹരണം ഒരു ബാബയുടെ തത്വം ജീവിതകാലം മുഴുവൻ ഉണ്ടല്ലോ. ഓരോ സ്വാമിമാരുടെ മറ്റേ ബുക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് 1000 കൊല്ലം കഴിഞ്ഞാലും കയ്യിലുണ്ടാവും. വിവേകാനന്ദൻ അത് 1000 കൊല്ലം കഴിഞ്ഞാലും ആ തത്വം അവിടെ ഉണ്ടാവും. പക്ഷെ നിരീശ്വരവാദികളുടെ എത്ര ബുക്കുകൾ നിങ്ങൾക്ക് അറിയാം? പണ്ടത്തെ ഒരു 100 കൊല്ലം മുമ്പ്, 500 കൊല്ലം മുമ്പ് നിരീശ്വരവാദികളുണ്ടല്ലോ, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്. കാരണം ഇവരെല്ലാം നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. ഞാൻ എം തിയറി എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. 2 കൊല്ലത്തോളം നിർത്തിയിരുന്നു. ഞാൻ ഡെയിലി കാണും, അത് ശരിയാ, ഡെയിലി കണ്ടിന്യൂ കുറെ കഴിയുമ്പോ ഉണ്ടല്ലോ. അപ്പോ ഇവർ ആത്മസാക്ഷാത്കാരവും എം തിയറി ഇവർ സ്വപ്ന സാക്ഷാത്കാരവും എം തിയറി ആത്മസാക്ഷാത്കാരത്തിൽ നിലനിൽക്കുന്നു എന്നർത്ഥം. ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ ഉള്ളിൽ എന്നാണോ ആക്റ്റീവ് ആവുന്നത് അന്ന് മുതൽ ഉറക്കം പോയി എന്നർത്ഥം. ഇന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ആത്മസാക്ഷാത്കാരം അറിയാൻ എന്ത് ചെയ്യും? അത് നിങ്ങളുടെ ഉള്ളിൽ അതാ പറയുന്നത്. നിങ്ങൾ എവിടെയോ ഒരു കണിക, നിങ്ങൾ ഭൂമിയിൽ പിറവെടുത്തത് നിങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാരുടെ ഏതോ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. എന്ത് സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ ഭൂമിയിൽ പിറവെടുത്തത് നിങ്ങളുടെ ആത്മാ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. ഈ രണ്ടും തമ്മിലുള്ള യുദ്ധമാണ് നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇനിയും നടത്താൻ പോകുന്നത്, മരിക്കുമ്പോഴും നിങ്ങൾ നടത്താൻ പോകുന്നത് ഇതാണ് എന്നർത്ഥം. ഈ യുദ്ധം നിങ്ങൾ എന്ന് അവസാനിപ്പിക്കുന്നു അന്ന് നിങ്ങൾ ശരിയായി. ചെറുതായി ഉറക്കം പോയി തുടങ്ങി. അതായത് സ്വപ്ന സാക്ഷാത്കാരവും ആത്മസാക്ഷാത്കാരവും തമ്മിലുള്ള തിരിച്ചറിവ് എന്നാണോ നിങ്ങൾക്കുണ്ടാകുന്നത്, അതായത് അച്ഛനും അമ്മയും അപ്പൂപ്പനും ഇന്നിന്ന കാറ്റഗറിയിൽ നിന്ന് വന്നതാണ്, അവരുടെ ആഗ്രഹങ്ങൾ ഞാൻ മൂലം ഇതാണ് നടത്തേണ്ടത് എന്നും, പക്ഷെ എന്റെ ആത്മ വേറെ വഴിയിൽ വന്നതാണ് എന്നും, എന്റെ ആത്മസാക്ഷാത്കാരം വേറെ റൂട്ടിലാണ് എന്നും നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നുവോ അന്നു മുതൽ നിങ്ങളുടെ ഉറക്കം പോകും. നിങ്ങൾ യഥാർത്ഥ അറിവിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ചേച്ചി പ്രാർത്ഥിക്കാൻ ചേച്ചി. ഇമ്പോർട്ടന്റ് കാര്യങ്ങളുടെ സംസാരിക്കുമ്പോൾ ടൈപ്പ് ചെയ്യില്ല കേട്ടോ. സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഓക്കെ, എന്റെ അപ്പനപ്പൂപ്പന്മാർക്ക് ഒരു സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ അപ്പനപ്പൂപ്പന്മാർക്കും എന്റെ അമ്മച്ചിക്കും അപ്പച്ചനും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അത് എന്നിലൂടെ സാക്ഷാത്കരിക്കുക, സ്വപ്ന സാക്ഷാത്കാരം അവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിറവെടുത്തതെന്ന് മനസ്സിലായി അല്ലെ? അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൃഷ്ടിച്ചെന്തിനാ? നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി, റൈറ്റ്? ശരിയല്ലേ? പക്ഷെ നിങ്ങളുടെ കുട്ടിക്ക് ഒരു ആത്മസാക്ഷാത്കാരമുണ്ട്, ശരിയല്ലേ? നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളർത്തുന്നത് അവന്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണോ അതോ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയാണോ എന്നൊരു ചോദ്യമുണ്ട്. പെട്ടു അല്ലെ? കുടുങ്ങി. കുട്ടികളെല്ലാരും കുടുങ്ങി, ശരിയല്ലേ? ചേട്ടാ കേട്ടാ, ഇവിടെയാണ് പ്രശ്നം. നിങ്ങളുടെ മക്കളെങ്കിലും നിങ്ങൾ നേരാക്കണമെങ്കിൽ നിങ്ങളോ പോയി നിങ്ങളുടെ അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടുത്തണമെങ്കിൽ ഇവർക്ക് ഈ തത്വം പറഞ്ഞു കൊടുക്കണം. മക്കളെ, നീ എന്റെ സ്വപ്നസാക്ഷാത്കാരം ഇതാണെന്നും നിന്റെ ആത്മസാക്ഷാത്കാരം എന്താണെന്നും ചോദിച്ച് മനസ്സിലാനുള്ള ബുദ്ധി നിങ്ങൾ കാണിക്കണം നിങ്ങളുടെ മക്കളോട്. നിങ്ങൾ പഠിക്ക് എന്ന് പറഞ്ഞ പുറകിലെ കാരണം നിങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാരും പഠിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഒന്നും ആയില്ല. നിങ്ങളുടെ വിചാരം എന്തിനെന്നറിയോ? നിങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാരും നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും നിങ്ങളോട് പഠിക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാതിരുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് നിങ്ങളുടെ ബ്രെയിനിൽ അടിച്ചു കയറ്റിയത് കൊണ്ട് അത് തന്നെ നിങ്ങളുടെ മക്കളോട് പറഞ്ഞ് പഠിക്കുന്നു. പക്ഷെ അവരാരും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആത്മസാക്ഷാത്കാരമുണ്ട്, അതിന്റെ പുറകിൽ പോകാൻ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ
നിങ്ങൾ നിങ്ങളുടെ മക്കളോടും പറയാൻ പോകുന്നില്ല എന്നർത്ഥം. നിങ്ങൾ നിങ്ങളുടെ മക്കളോട്, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനോടും, നിങ്ങൾ സ്വയവും നിങ്ങളുടെ മക്കളോടും പറയേണ്ടത്, ഞാൻ നിന്നോട് പഠിക്കാൻ പറയുന്നത് എന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്. നീ പഠിക്കേണ്ടത് എന്റെ ആഗ്രഹമാണ്. എന്ത്? പഠിച്ച് മാർക്ക് കിട്ടി. ഹൈ, എന്റെ മോൻ പഠിച്ച് മാർക്ക് കിട്ടി. എന്റെ മോൻ അത് എങ്ങനെയാണ്? ഹൈ, എന്റെ മോൻ എങ്ങനെയാണ്? എന്റെ മോൻ വലിയ സംഭവമാണ്. എന്റെ മോൻ വലിയ ആനയാണ്, ചേനയാണ് നാട്ടുകാരുടെ മുമ്പിൽ പറയണം. വളരെ മാന്യനാണ്. അത് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം. സമ്മതിച്ചു, റൈറ്റ്. ഓക്കെ, അത് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. ശരി, ഓക്കെ. ബട്ട് അവന്റെ ആത്മസാക്ഷാത്കാരം എന്ത്? എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല? അവനൊരു അവന്റെ അവൻ ഭൂമിയിൽ പിറവിയെടുത്തത്, അവന്റെ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞ സാധനം അവനുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അത് ചിന്തിക്കുന്നില്ല? പോട്ടെ, അത് നിങ്ങളുടെ മക്കളുടെ കാര്യം പോട്ടെ. നിങ്ങൾക്കുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ റിവേഴ്സിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നിങ്ങൾ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് പഴയതിലേക്ക് വീണ്ടും പോയി നിങ്ങളുടെ സാക്ഷാത്കാരം എന്തായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഒരു പുറകിലേക്ക് ഒരു യാത്ര നിങ്ങൾ പോകുന്നില്ല? കാരണം ഇതാരും പറഞ്ഞു തന്നിട്ടില്ല. ഒരു മോട്ടിവേഷൻ സ്പീക്കറോ ഒരാളുകളും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉണ്ടായിട്ടില്ല. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം റിവേഴ്സിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ഒന്നോ, പോയാൽ പിന്നെ തീർന്നു. നിങ്ങളെല്ലാം കൂടി ആദ്യം മുതൽ ആരംഭിക്കും. ഒരു കൊച്ചു കുട്ടിയുടെ പോലെ പിന്നെ നിങ്ങൾ ഓരോന്നോരോന്ന് പഠിക്കാതിരിക്കും. വയസ്സാം കാലത്ത് എന്തത്? അപ്പൊ മേരി ചേച്ചി ചോദിക്കും, മേരി ചേച്ചിയെ എന്തത്? ആ ആ ഈ തറ പന പത എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങൾ ബേസിക്കലേ പഠിക്കും ആദ്യം പോയിട്ട്. എവിടെയോ ഒരു പാളിച്ച പറ്റില്ലോ, ഞാൻ ആദ്യം പോലും പഠിക്കില്ല, എന്നിട്ട് വീണ്ടും പോയിട്ട് പഴയ ബുക്കുകൾ റെഫർ ചെയ്യും. പഴയ ബയോളജി, പഴയ സയൻസ്, പഴയ ഫിസിക്സ് ഒക്കെ റെഫർ ചെയ്യും. ഇത് എവിടെയോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എവിടെയോ നിങ്ങൾ നിങ്ങളുടെ ആത്മസാക്ഷാത്കാരം തൊലച്ചു എന്ന് പറഞ്ഞാൽ അത് കളഞ്ഞു ഉപേക്ഷിച്ചു. പക്ഷെ ഇവിടെ വന്നതിന്റെ കാരണം നിങ്ങളുടെ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് എവിടെയോ ഇപ്പോഴും ബാക്കിയുണ്ട്. കാരണം നിങ്ങളൊരു അന്വേഷണവാദി നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കാനുള്ള കാരണം. കാര്യം മനസ്സിലായോ? സോ ഈ തത്വം നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല, എവിടെയും കിട്ടില്ല. ഗ്യാരണ്ടി ഞാൻ തരാം. ഒരു ബുക്കിലും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. ഉണ്ടാവും, എല്ലാം ഈ ബുക്കിലേക്ക് എനിക്കറിയില്ല. എനിക്ക് സിദ്ധന്മാർ വന്നതാണ്, അല്ലാണ്ട് ഇത് ഈ ആരും എനിക്ക് പറഞ്ഞതല്ല. കാരണം ഈ തത്വം എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ ഞാൻ അടിച്ചു മാറ്റി അല്ലാട്ടോ, എനിക്കറിയില്ല തത്വം. ഇവിടെ ഇപ്പൊ ഈ രണ്ട് അടി നടക്കുന്നു. നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ആത്മസാക്ഷാത്കാരവും നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരവും തമ്മിലുള്ള അടി. അതാണ് ചെറുപ്പം തൊട്ടേ നിങ്ങൾ ടെൻഷൻ ആക്കുന്നത്. ഓ, ഈ അപ്പച്ചനമ്മച്ചോട് ഇങ്ങനെ പറയാം, ഈ അപ്പച്ചനമ്മച്ചെ കൊണ്ട് തോറ്റ്, ഓ ഈ ടീച്ചർമാരെ കൊണ്ട് തോറ്റ്, അയ്യോ അത് പഠിക്കണം ഇത് പഠിക്കണം. എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ പറയണത്? ഓ ഇമ്പോസിഷൻ അത് പഠിക്കണം ഇതൊന്നും എന്റെ തലയിൽ കയറുന്നില്ല ദൈവമേ, ഞാനിത് എന്തിനാണ് പഠിക്കണേ? കാരണം ഓരോ ടീച്ചർക്കും സ്വപ്ന സാക്ഷാത്കാരമുണ്ട്. ഓരോ മോട്ടിവേഷൻ സ്പീക്കർക്കും ഒരു സ്വപ്ന സാക്ഷാത്കാരമുണ്ട്. സത്യം, ഇത് മൂന്നോപ്പിൽ എഴുന്നേറ്റ് ഇരിക്കാൻ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടായിരുന്നു. അതിന്റെ പിടിയിലാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ അതിന്റെ പിടിയിലാണ്. നിങ്ങൾക്ക് എത്ര വയസ്സായാലും നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അതിന്റെ പിറകില. അവരെടുത്ത് തിരിച്ചു ചോദിക്കേണ്ട കാലം കഴിഞ്ഞു പോയിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നർത്ഥം എന്റെ വീട്ടുകാരോട്. നിങ്ങൾ എന്നെ നിങ്ങളുടെ ആഗ്രഹത്തിന് പഠിപ്പിക്കണോ അതോ ഞാൻ എന്റെ ആഗ്രഹത്തിന് പോകണോ എന്ന് കരുതി ഞാൻ എന്റെ ഫാമിലിയുടെ അടുത്ത് നിന്നും വിട്ട് എന്റെ വീട്ടുകാരുടെ സ്വപ്ന സാക്ഷാത്കാരം ഉപേക്ഷിച്ച് എന്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ പരിശ്രമിച്ചു, പ്രയത്നിച്ചു. നാട്ടുകാരുടെയോ വീട്ടുകാരുടെയോ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ ഞാൻ പരിശ്രമിച്ചു. ബട്ട് ഒറ്റ കാര്യം ഉണ്ടായി, സത്യസന്ധത എന്ന് പറയുന്ന സാധനവും മടി എന്ന് പറയുന്നതും ഞാൻ ഒഴിവാക്കി. രണ്ട് കാര്യം ഒഴിവാക്കണം. അല്ല, സത്യസന്ധത എന്ന് പറഞ്ഞ സാധനവും മടി എന്ന് പറയുന്ന സാധനം, മടി ഒഴിവാക്കുക, സത്യസന്ധത മുറുകെ പിടിക്കുക. രണ്ട് ഒഴിവാക്കലല്ല, ഈ രണ്ട് കാര്യവും ഞാൻ മാറ്റിയത്. അതായത് മടി മാറ്റി സത്യസന്ധത മുറുകെ പിടിച്ചു. അതായത് സത്യസന്ധമായുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുകയും ചെയ്യുകയും ചെയ്യും. നുണയോ കാരണം പറയാറില്ല. എല്ലാം നീറ്റ് വാല്യൂ കറക്റ്റ് ആയിട്ട് പോകും.
മടിയെ എടുത്തു കളഞ്ഞു. മടി, അതായത് ഒരു തത്വം എഴുതി വെച്ചോ. ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക. ഇത് മനസ്സിലായേ? ഇത് മനസ്സിലായ? മനസ്സിലായ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും മുമ്പ് നിങ്ങള് ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടോ? സത്യം പറ, കേട്ടിട്ടുണ്ടായി? കേൾക്കില്ല. നമ്മൾ പറയുന്നതൊന്നും കേൾക്കില്ല. ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ തന്നെ എനിക്കിത് മനസ്സിലാവുള്ളൂ. അതായത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ചെയ്യേണ്ട ഡ്യൂട്ടി ഉണ്ടല്ലോ നിങ്ങൾക്ക്, അത് ഇപ്പോ ഈ നിമിഷം ചെയ്യുക. ഇപ്പോ ചെയ്യുക. നൗ, ഇപ്പൊ ചെയ്യുക. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തീർക്കേണ്ട ഡ്യൂട്ടി എന്താണ്, അത് ഇപ്പൊ ചെയ്യുക. ഇപ്പോ. നാളത്തെ ഡ്യൂട്ടി ഇല്ലേ, നാളെ ചെയ്യേണ്ട കാര്യം, അത് ഇന്ന് ചെയ്യുക. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ചെയ്യുക. കാര്യം മനസ്സിലായോ? നാളെ ചെയ്യേണ്ടത് നാളേക്ക് മാറ്റാൻ പാടില്ല എന്നർത്ഥം. കബീർദാസ് വരികൾ. അതെ, അങ്ങനെ വലിയൊരു മഹാന്റെ, ഒരു മുസ്ലിം മഹാന്റെ വരികളാണിത്. കബീറിന്റെ വരികൾ തന്നെ കറക്റ്റ്. ഇത് എവിടെ നിന്ന് എനിക്ക് കിട്ടി? ഇത് അറബ് രാജ്യത്ത് പോയപ്പോ അവിടെ നിന്ന് കിട്ടിയൊരു സീക്രട്ടാ ഇത്. സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയതാ. ഞാൻ ആ തത്വം കുറെയൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യും. ഇന്നലെ രാത്രി പുലർച്ചെ 3:30 ആ കുട്ടികളുടെ ഉത്സവം കാണിച്ചത്. ചേർത്ത് കിട്ടില്ലേ? ചേർത്ത് അപ്പോഴിട്ടത് 12:30 1 മണി നേരത്തെ അല്ലേ? എന്റെ ചേർത്തോണ്ട് അറിയാം. അപ്പൊ അതിനർത്ഥം ഞാൻ വീട്ടിലൊന്ന് കിടന്നിറങ്ങും 3:30 3:30 കഴിഞ്ഞ് 6 മണിക്ക് 2 മണിക്കൂർ ഉറങ്ങിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു. ഈ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോ തന്നെ സ്കൂളിൽ പാർക്കിന്റെ ആള് 7 മണിക്ക് ആളിനെ വിളിച്ചു. പാർക്ക് മതില് കെട്ടേണ്ട ആള് വിളിച്ചു. നേരെ അവിടെ പോയി. സ്കൂളിന്റെ മതില് ലോക്ക് തുറക്കാൻ പറ്റില്ല. സ്കൂളിന്റെ മതില് ചാടിക്കിടന്ന് അയാളെയും ചാടിക്കടത്തി മതിലിന്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് അവർക്ക് അഡ്വാൻസ് പൈസയും കൊടുത്ത് പാപ്പന്റെ വീട്ടിൽ പോയിട്ടാണ് എത്തിയത്. ഉറങ്ങിയിട്ടില്ല നടത്താൻ. ഉറങ്ങിയപ്പോഴാണ് അറിയും ഒരു ഉച്ചയായപ്പോ ഒരു 1.5 മണിക്കൂർ ആയി. ഞാൻ എന്തിനു കഷ്ടപ്പെടണമെങ്കിൽ എനിക്ക് എന്റെ ആവശ്യമുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് ജ്യോതിഷവും പറഞ്ഞു കൊടുത്ത് ആസ്ട്രോളജി ക്ലാസ്സും പറഞ്ഞു കൊടുത്ത് 2 അപ്പോയിന്റ്മെന്റ് എടുത്ത് ഉറങ്ങാം. കാരണം നമ്മളിനിയും പ്രയാഗരാജിൽ പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൊളാവും. അതിനു മുമ്പേ ഇതെല്ലാം തീർക്കണം. ഇന്നലെ അനൂപിനെ വിളിച്ചിട്ട് നോട്ടീസ് അടിക്കാൻ, അതായത് പാർക്കിന്റെ ഉദ്ഘാടനത്തിന് നോട്ടീസ് അടിക്കാനായിട്ട് അതിനെ വിളിച്ച് വിട്ടു. കാരണം അത് മുമ്പ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പോഴേ ഇന്നലെ ചെയ്തു വെച്ചാൽ പ്രശ്നം തീരും. അങ്ങനെ എല്ലാം മുൻകൂട്ടി കണ്ട് ഇപ്പൊ ഞാൻ ചെയ്തു വെക്കും. ഇന്നല്ല ചെയ്തു, നാളേക്ക് മാറ്റുന്ന പരിപാടി ഇല്ല എന്നർത്ഥം. കാര്യം മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് കാണുന്ന ഞാനായി തീർന്നത്. ഇങ്ങനെയാണ് ഞാനെന്ന മനുഷ്യൻ ഇവിടെ നിൽക്കുന്നത്. സോ ഇപ്പോ സ്വപ്ന സാക്ഷാത്കാരം എന്താണെന്നും ആത്മസാക്ഷാത്കാരം എന്താണ് എന്നും നിൽക്കും മനസ്സിലായതല്ല, രണ്ട് ഡിഫറെന്റ് മനസ്സിലായി. ഇനി നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്ന് നോക്കി. ഇപ്പഴല്ല, ഇത് കഴിഞ്ഞിട്ടൊന്ന് ഇരുന്നൊന്ന് ആലോചിച്ചു. എവിടെയാണ് പിഴച്ചത്? ഇവിടെയാണ് പിഴച്ചത്. ആത്മസാക്ഷാത്കാരവും വീട്ടുകാരുടെ നിങ്ങളുടെ ആത്മസാക്ഷാത്കാരവും, ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറയുമ്പോ അത് ആത്മാവിനെ ബന്ധപ്പെടുത്തല്ല, നിങ്ങളെ ബന്ധപ്പെടുന്ന. വീട്ടുകാരുടെ സ്വപ്ന സാക്ഷാത്കാരവും തമ്മിലുള്ള യുദ്ധം എന്ന് ആരംഭിച്ചോ അന്ന് മുതലാണ് നിങ്ങൾ ടെൻഷനായി നിങ്ങൾക്ക്. അന്ന് മുതലാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത്. നിങ്ങളുടെ ഭാര്യ പറയും, ചേട്ടാ ബിസിനസ് ചെയ്യണം, എനിക്ക് ഇന്നത് വേണം, നീ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്ന് ആര് പറയും? ഭാര്യ പറയും, ഭർത്താവ് പറയും. അപ്പൊ അതിന്റെ ചിട്ടയിലനുസരിച്ച് പോകും. ഇന്നലെ വന്ന അപ്പോയിന്റ്മെന്റ് കേട്ടാ, ഇന്നലെ വന്ന അപ്പോയിന്റ്മെന്റ് ഇവിടെ ആ ചേച്ചി ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും കുഴപ്പമില്ല, ഞാൻ തുറന്നു പറയാം. ഇന്നലെ രാത്രി വന്ന അപ്പോയിന്റ്മെന്റ്, പേരെന്തായിരുന്നു? പേര് പറയുന്നില്ല, പേര് മറന്നുപോയി സത്യം. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ജയിലില്ല. ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിന്റെ ജീവിതം വലിയ ട്രാപ്പാണ്, വാലിപ്പുഴയാണ്. മുൻജന്മത്തില് പണവുമായി ബന്ധപ്പെട്ട്, കുട്ടികളുമായി ബന്ധപ്പെട്ട് ഗുരുവിന്റെ കർമ്മ ശക്തമായി
ആ ചേച്ചിയുടെ ജാതകത്തിലുണ്ട്. ഓക്കെ. ആ ചേച്ചി ജാതകത്തിലുണ്ട്. ചേച്ചി ഒരു പണത്തിന്റെ, ഞാൻ പറഞ്ഞു ഭർത്താവ് പണവുമായി ബന്ധപ്പെട്ട് മുൻ ജന്മത്തിൽ എന്തോ ചെയ്തിട്ടുണ്ട്, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഭർത്താവ് എവിടെയാ? സൗദി അറേബ്യയിൽ ജയിലിലാ. ചോദിച്ചപ്പോ പറഞ്ഞു കോഴപ്പണം കടത്തുന്നുണ്ടായിരുന്നു. അയാൾ ഡ്രൈവറായിട്ട് ജോലി ചെയ്യായിരുന്നു. കോഴപ്പണം കടത്തുന്നുണ്ടായിരുന്നു. ആ കോഴപ്പണം കടത്തിയതിന്റെ പേരിൽ ജയിലിലാണ്. 1 കൊല്ലത്തിന് ശേഷം ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. 2 കൊല്ലായി. കറക്റ്റ് നമ്മളെന്ത് പറഞ്ഞു, മുൻജന്മത്തിൽ ആദ്യം തന്നെ പറഞ്ഞു പണവുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് ഫുള്ള്. പണവുമായി ബന്ധപ്പെട്ട് മുൻജന്മത്തിൽ ചെയ്തിട്ടുണ്ട്. അയാള് ഇപ്പോഴും ആ തെറ്റ് തന്നെ ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഈ പണം ഉണ്ടാക്കാൻ എന്തിനാണ് ഈ പണം ഉണ്ടാക്കാൻ ആള് കോഴപ്പണം കടത്തിയെന്ന് അറിയും. ആളെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. ആളെ ഭാര്യയ്ക്ക് സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്തിട്ട് പോരാഞ്ഞിട്ട് ആൾക്ക് യൂറോപ്പിൽ പോകണം. 10-12 ലക്ഷം കെട്ടിയിക്കണ്ടേ. അതിന് പണം ഇല്ലാത്തത് കൊണ്ട് ഭാര്യയോട് ചോദിച്ച ഭർത്താവ് പറഞ്ഞു, നമുക്ക് പണം ഉണ്ടാക്കാൻ വേറെ വഴിയൊന്നുമില്ല, ഇങ്ങനെ ചെയ്താലേ നമുക്ക് പെട്ടെന്ന് യൂറോപ്പിൽ പോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഇവര് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭാര്യയും സപ്പോർട്ട് ചെയ്തു. രണ്ടാമത്തെ ഇവർ ചെയ്ത തെറ്റ്, ഇവർ യൂറോപ്പിൽ പോവാൻ നിൽക്കുന്ന സമയത്താണ് പ്രഗ്നന്റ് ആയത്. ആ സമയത്ത് ആ കുട്ടിയും അബോർഷൻ ചെയ്തു. കുട്ടിയെ അബോർട്ട് ചെയ്ത് കളഞ്ഞു. ഈ ചേച്ചിക്കും ഗുരുവിന്റെ മുൻജന്മത്തിൽ ഗുരുവിന്റെ കർമ്മയുണ്ട്, ആൾക്കും ഗുരുവിന്റെ കർമ്മയുണ്ട്. ഗുരുവിന്റെ കർമ്മ ചേച്ചി കുട്ടിയായിട്ടും കളഞ്ഞു, ഇയാള് പണവുമായിട്ട് ബന്ധപ്പെട്ടും തീർത്തു നടത്തും. ഞാൻ ജാതകം കണ്ട നിങ്ങൾ തന്നെ കിളി പറഞ്ഞു. എന്റെ മനസ്സിലായോ? ആ വീഡിയോ തന്നെ എന്റെ ഫുള്ള് റെക്കോർഡ്, നമ്മള് ഫുള്ള് റെക്കോർഡിംഗ് ആണല്ലോ. ഞാനൊന്നും തുറന്നു പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് അയച്ചുതരാം. പക്ഷെ അത് നിങ്ങൾ പുറത്തേക്ക് വിടാൻ പാടില്ല, പുറത്തേക്ക് വിട്ടാൻ പണി അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്നില്ല. എന്റെ അടുത്ത് തന്നെ ഞാൻ അയച്ചുതരാം. ആലോചിച്ച് നോക്ക്. അപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പുറകിൽ പോയി എന്നർത്ഥം. ഈ പെണ്ണ് ടീച്ചർ ആവേണ്ടത്. മര്യാദയ്ക്ക് നഴ്സിംഗ് ജോലിയും ചെയ്ത്, ടീച്ചറോ അല്ലെങ്കിൽ നഴ്സോ ജോലി ചെയ്ത് മിണ്ടാതെ ജീവിച്ച് പോവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സോ നമ്മളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ആവശ്യമില്ലാത്ത തെറ്റുകൾ ചെയ്തു. ഇപ്പൊ ഭർത്താവ് 2 കൊല്ലമായിട്ട് നാട്ടിൽ വന്നിട്ടില്ല, ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോ ഞാൻ അത് കണ്ടുപിടിച്ച് കൊടുത്തപ്പോ ഉള്ള കിളിയൊക്കെ പറന്നു പോയിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ ചേച്ചി കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടില്. കുട്ടികളെ അബോർഷൻ സംഭവിച്ചിട്ടുണ്ടോ ചേച്ചി പറയാം. അബോർഷൻ അബോർട്ട് ആയതൊന്നല്ല, ഞാൻ ആക്കിയതാണ് സിമ്പിൾ ആയിട്ട്. കാരണം എന്ത്? എവിടെ പോകാൻ വേണ്ടിട്ട്. ഇനി വയസ്സാം കാലത്ത് ഈ കുട്ടിയുടെ സ്നേഹം കിട്ടില്ല. അതെങ്ങനെയാ? കർമ്മ വർക്ക് ചെയ്യും. ഇവിടെയാണ് ഈ സ്വപ്ന സാക്ഷാത്കാരം വർക്ക് ചെയ്യണത്. സ്വപ്നത്തിന്റെ പുറകിൽ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾ എന്നീ സ്വപ്നത്തിന്റെ പുറകിൽ പോയോ അന്ന് മുതൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആത്മാവിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ പ്രാർത്ഥിച്ചു. അതിനാണ് പ്രാർത്ഥന. പള്ളിയും അമ്പലങ്ങളും ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്റെ ആത്മ ഇതെന്ത് കുന്താണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് എങ്ങനെയെങ്കിലും ഇവന്മാർക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പലവും പള്ളിയും മോസ്കും ഇതെല്ലാം പണിത് ചെയ്യുന്നത്. ഇവന്മാർ ഇതിന്റെ പുറകിൽ പോകാണ്ട് ഞാൻ അതിന്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് സമാധാനമായിട്ട് ഇരിക്കുമ്പോ ചിലപ്പോ ഇതൊന്ന് വർക്ക് ചെയ്യും. എടാ ഇതാണ് നിന്റെ ആത്മ, ഇങ്ങനെയാണ് പോകേണ്ടത്. അതിനുവേണ്ടി മാത്രം. അവിടെ ദൈവങ്ങളൊന്നും ഞാൻ പറയില്ല. നിരീശ്വരവാദം എന്റെ മുന്നിൽ പിടിച്ചിരിക്കുന്നതിന്റെ കാരണവും ഞാനൊരു ദൈവവിശ്വാസിയല്ല. പ്രശ്നം. നിരീശ്വരവാദം എന്ന് കഴിഞ്ഞാൽ ഞാൻ നിരീശ്വരവാദിയാ? പോരാ എന്താ അങ്ങനെ? കാര്യം മനസ്സിലായോ? നമുക്കൊരു ദൈവത്തിന്റെ സഹായം ഒന്നും ആവശ്യമില്ല എന്നർത്ഥം. ഇതാണ് കാര്യം. ഇത്രയേ ഉള്ളൂ. കാര്യം മനസ്സിലായോ? ഇരുന്ന് ആലോചിച്ചു. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അത് 30 മിനിറ്റ് തീർക്കാനാ. കാരണം നിങ്ങൾക്ക് ഒരു അരമണിക്കൂറിന് ഇരുന്ന് ആലോചിക്കാനുള്ള സമയം. ഇപ്പോ ഞാൻ പറഞ്ഞ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ജീവിച്ചു വളർന്ന സമയത്ത് നിങ്ങളുടെ അച്ഛൻ, അമ്മ, അമ്മാമ്മ, അപ്പൂപ്പൻ തുടങ്ങിയ കാര്യങ്ങള് അവര് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ചെവിയിൽ നിങ്ങൾക്ക് ഊതി വിട്ട ഒരു മന്ത്രമുണ്ട്. ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, നീ ഇങ്ങനെയാകരുത്. ഞങ്ങൾ പഠിച്ചില്ല, നീ പഠിക്കണം. ഞങ്ങളുടെ ആഗ്രഹം എനിക്ക് ഡോക്ടറാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നീ ഡോക്ടർ ആവണം. എനിക്ക് ഇന്നതാവണമെന്ന് ആഗ്രഹം, എനിക്ക് പാട്ടുകാരനാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നീ അത് ചെയ്യണം. ഇവരുടെ സ്വപ്നങ്ങൾ മുഴുവൻ നിങ്ങളുടെ നെഞ്ചത്തിട്ട് കയറ്റിയെന്ന് അർത്ഥം. ആത്മസാക്ഷാത്കാരം കണ്ടുപിടിക്കാൻ വഴികൾ 1000 വഴികളുണ്ട്. പക്ഷെ
അതിനാ പറഞ്ഞു നിങ്ങൾ എവിടെ തൊലഞ്ഞു പോയോ അവിടെ പോയി തടണം. തൂമ്പി കേക്കോട്ട് ഇറങ്ങിക്കോ കളയ്ക്കാൻ, കുഴിച്ചു നോക്കാൻ. പോയി കുഴിച്ചു നോക്ക്, കിട്ടും. ഓക്കെ, എവിടെയും പോയിട്ട് കുഴിച്ചു നോക്ക്, തലയുടെ ഉള്ളിൽ പോയിട്ട് കുഴിച്ചു നോക്ക്. എവിടെയോ പാളിപ്പോയി. അപ്പോ അവിടെ നിന്ന് തുടങ്ങിയ അവിടെ പ്രശ്നങ്ങള്, അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾ നിങ്ങളുടെ മേത്തടിച്ചേൽപ്പിച്ചു. അതേ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നടക്കാതെ പോയത് നിങ്ങളുടെ മക്കളുടെ മേലടിച്ചേൽപ്പിക്കും. നിങ്ങളുടെ മക്കളുടെ മക്കളുടെ പേരിൽ അടിച്ചേൽപ്പിക്കും. എന്തുകൊണ്ടാണ് ഈ റാഗിങ് ഇതെല്ലാം സംഭവിക്കണമെന്ന് അറിയും? ഈ റാഗിങ് ഇവര് മുൻപ് വന്നപ്പോൾ അത് അവരനുഭവിച്ചിരുന്നു. ആ റാഗിങ് സ്കൂള് മാത്രല്ല, അച്ഛൻ റാഗ് ചെയ്യുന്നു, അമ്മ റാഗ് ചെയ്യുന്നു, നാട്ടുകാർ റാഗിങ് ചെയ്യുന്നു, വീട്ടുകാർ റാഗിങ് ചെയ്യുന്നു, കളിയാക്കുന്നു. ഇതെല്ലാം ഒരു റാഗിങ്ങാ. ആ റാഗിങ്, അവന്റെ ആ ദേഷ്യമാണ് ഈവൻ മറ്റുള്ളവരെ വെച്ച് റാഗിങ്. അത് പുതിയ കോളേജിൽ പിള്ളേർ റാഗിങ് ചെയ്യുന്നു. റാഗിങ് കേട്ടിട്ടില്ലേ? അതല്ല, അവന്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ ആണ് അവൻ ആ കുട്ടിയോട് കാണിക്കുന്നത്. ആണ് കോമ്പസ് കൊണ്ട് കുത്തി ഒന്നു കടിച്ചു മുറിച്ചു എന്നൊക്കെ പറഞ്ഞ ന്യൂസൊക്കെ വരുന്നില്ലേ? ഇതെല്ലാം ആ കുട്ടികളെ കിട്ടിയാൽ, അവരെന്റെ മുമ്പിൽ കൊണ്ടിരുത്തിയാൽ സിമ്പിളായിട്ട് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എനിക്ക്. ഇതൊക്കെ സിമ്പിളായിട്ട് അവർക്ക് കാര്യം പറഞ്ഞാൽ അവരുടെ പ്രശ്നം മൊത്തം തീരും. ക്ലിയർ? കാരണം ആത്മസമ്മതം കണ്ട അതല്ലേ ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് അവരുടെ ജോലി, അവരുടെ വരുമാനം വെച്ച് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ ജനനം ഇതിനു വേണ്ടിയാണ്, ഇതാണ് എന്റെ ലക്ഷ്യം, മനസ്സിലാവും. അതിന് പാരമ്പര്യത്തെ അറിയണം. അതുകൊണ്ടാണ് പാരമ്പര്യം കൂട്ടുകുടുംബമൊക്കെ പണ്ടുണ്ടായിരുന്നത്. അന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ പറയും പോലെ കൂട്ടുകുടുംബം ജീവിക്കുമ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തതാ. അപ്പൊ അന്ന് 40 പേര് അടങ്ങുന്ന കൂട്ടുകുടുംബത്തില് ഈ വളരെ പറയുന്ന പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ സ്ത്രീകളെ കുറ്റം പറഞ്ഞല്ല, സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇപ്പോ ഭർത്താവിനോട് വേഗം പറഞ്ഞ് നമുക്ക് വീട് മാറാം. അങ്ങനെ അണുകുടുംബം ഉണ്ടാക്കുന്നതിന് ഒരു ഉത്തരവാദിത്ത സ്ത്രീകളാണ് കൂടുതലായിട്ട്. എല്ലാ പുരുഷന്മാർക്കും അച്ഛന്റെയും അമ്മയുടെ ഒക്കെ കൂടെ അങ്ങനെ ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. അതിന് അവരെ കുറ്റം കൊണ്ട് കാര്യമില്ല. അവർക്ക് വേറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പേഴ്സണലി. അപ്പൊ എന്തുകൊണ്ട് സംഭവിച്ചപ്പോ ആ കൂട്ടുകുടുംബത്തിൽ പണ്ട് ജീവിക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ടാകുന്ന സമയത്ത് അവർ തന്നെ പരിഹരിക്കപ്പെടുമായിരുന്നു. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നാ നീ പറഞ്ഞേക്കതെന്ന് പറഞ്ഞിട്ട് അവര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് തന്നെ നുള്ളിക്കളയുന്നു. ഇവിടെ പ്രശ്നങ്ങൾ മൂത്ത് പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ മകള് വന്നിട്ട് അവസാനം അവർ പറഞ്ഞു അമ്മ ഡിവോഴ്സ് ആവാൻ പോവാ. എന്തിന് ഡിവോഴ്സ്? എന്തിന്? പറ്റൂലമ്മ, ഞാൻ അത്ര ക്ഷമിച്ചു, ഇനി പറ്റില്ല. അപ്പൊ നീ എന്നോട് പറയുന്നത് അതൊക്കെ ഞാൻ ക്ഷമിച്ചിരുന്നു, കുറെ ക്ഷമിച്ചു, ഇനി പറ്റില്ല. പിന്നെ മോള് പറഞ്ഞ് കേൾക്കാൻ തന്നെ പറ്റുള്ളൂ, വേറെ വഴിയില്ലല്ലോ. മോൻ പറഞ്ഞ കേൾക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ മക്കൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് കണ്ടെത്താൻ നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ സ്വപ്നം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് അവരെ അങ്ങനെ ജീവിക്കാനാണ് നിങ്ങൾ വിട്ടത്. അവരുടെ ആത്മാ എന്താണെന്നോ ഭൂമിയിൽ എന്തിന് പിറവെടുത്തുവെന്നോ അവരുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു അന്വേഷിക്കാൻ നിങ്ങൾ പോയിട്ടില്ല. അപ്പൊ പറയുമ്പേ അതെങ്ങനെ ചെയ്താൽ മിത്രം പറയും, ഞാൻ എന്റെ മോന്റെ ആഗ്രഹത്തിന് വിട്ടില്ലേ, എന്റെ മകൻ അത് പഠിക്കുന്നു പറഞ്ഞാൽ ഞാൻ അവന് അങ്ങനെ വിട്ടു, ഞാൻ എന്റെ മകനെ പഠിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ വിട്ടു. അതിന് ഉത്തമ ഉദാഹരണം സന്തോഷ് സുബ്രഹ്മണ്യം എന്നൊരു സിനിമയുണ്ട്. അത് കണ്ടാൽ പ്രശ്നം തീരും. ജയന്തിയുടെ തമിഴ് സിനിമ അല്ലെ? ഷൈൻ ചേട്ടൻ ആ കാര്യം മനസ്സിലായി. സന്തോഷ് സുബ്രഹ്മണ്യത്തില് ആരാ? പ്രകാശ് രാജ് അച്ഛനാണ്. എല്ലാം കാര്യം ചെയ്തു കൊടുക്കും മക്കള്, എല്ലാം ചെയ്തു കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും. ഇത് ഞാൻ അച്ഛൻ എല്ലാം ചെയ്തില്ലേ, 5000 കോടി സ്വത്ത്, പണം, വീട് എല്ലാം. ബട്ട് അച്ഛൻ എന്ന് പിടിവിടുന്ന മുമ്പ് രക്ഷപ്പെട്ടു. അതേപോലെ നിങ്ങള് മക്കളോട് പറഞ്ഞു, നിങ്ങളെ മക്കളെ ഞാൻ പഠിപ്പിച്ചു, ഞാൻ അത് വിട്ട് പാട്ട് വിടാൻ പറ്റില്ല, നിന്നെ ഡാൻസ് ചെയ്യാൻ പറ്റില്ലേ, ഞാൻ കഷ്ടപ്പെട്ടു പാടുപെട്ടു നിന്നെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി എന്തെല്ലാം ചെയ്തു. അപ്പോഴും ഞാൻ 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 പിടിച്ചു വെച്ചിരിക്കുക മക്കളെ. ഇത് തന്നെയാണ് നിങ്ങളുടെ അച്ഛനും നിങ്ങളോട് ചെയ്തത്. നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും നിങ്ങളോട് ചെയ്തതും ഇത് തന്നെ ചെയ്തത്. അപ്പോ നിങ്ങളുടെ അപ്പച്ചനെ വിട്ടുപോകാനല്ല ഞാൻ പറഞ്ഞത്. ആത്മാ സാക്ഷാത്കാരം എന്താണോ അതിന്റെ പുറകിൽ പോവുക. അവിടെ ഒരു തത്വം ഒളിച്ചിരിപ്പുണ്ട്. റിവേഴ്സിൽ പോയിട്ട് അത് കണ്ടുപിടിക്കണമായിരുന്നു. അത് കണ്ടുപിടിച്ചില്ല. ഇനിയെങ്കിലും അത് കണ്ടുപിടിക്കുക. അതെ, അതെ, തീർച്ചയായും ആത്മസാക്ഷാത്കാരം ഉണ്ടാവും. അതല്ല ഞാൻ പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തത്വശാസ്ത്രങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാവില്ല. ആത്മസാക്ഷാത്കാരത്തിന് മരിക്കാൻ പറ്റില്ല.
ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റില്ല. ക്ലിയർ? എന്ത് മനസ്സിലായി? ആരും മിണ്ടുന്നില്ല. അങ്ങനെ ഉണ്ടാതിരിക്കുക കേട്ടിട്ട്. ഇത് ചെറിയ മരുന്നല്ലേ, വലിയ മരുന്നുകൾ വരുന്നുണ്ട്. താങ്ങൂല. കൃഷ്ണ ചേട്ടോ, എന്ത് പറ്റി? ഒരു ഉഷാറില്ലല്ലോ. എന്താ ചോദിക്കാനുണ്ട? ഞാനും ആ ബുക്ക് വാങ്ങിച്ച് വായിക്കും. ഏത് ബുക്ക്? വേറെന്താ ചോദിക്കാനുണ്ടോ നിങ്ങക്ക്? ഇതിലൊന്ന് ഇദ്ദേഹം സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആളായിരുന്നില്ല. ആര്? മെഡിറ്റേഷൻ ആ മെഡിറ്റേഷൻ ചെയ്താൽ അതിനുള്ള വഴിയിട്ട് കണ്ടുപിടിക്കും. ഒരു 3 കൊല്ലമൊക്കെ പിടിക്കും എന്നർത്ഥം. മെഡിറ്റേഷൻ ഒക്കെ തുടങ്ങി കഴിഞ്ഞാല് ഏകദേശം ഒരു 3 കൊല്ലം പിടിക്കും അത് കണ്ടുപിടിക്കാൻ. എന്തോ ഉണ്ട് ആകെ മൈക്കോണുണ്ടല്ലോ. ആണോ? അത് ഇതിന്റെ ഈ സെക്യൂരിറ്റി നമ്മുടെ ഓക്കെ. മക്കളുടെ ഇഷ്ടത്തിനല്ല. അതന്നെ പറഞ്ഞു. ഇപ്പൊ തൽക്കാലം ഇത് മതി. ഇതിനെ കുറിച്ചുകൂടി ആഴത്തിൽ പോകണ്ട. നിങ്ങളുടെ മക്കളുടെ ഇഷ്ടത്തിന് വിടുക എന്നല്ല. അവരുടെ ഇഷ്ടം എന്ന് പറഞ്ഞത് വേറെ. അവരുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടം എന്ത്? ചിക്കൻ ബിരിയാണി എന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചും അത് വാങ്ങിച്ചെന്നാലോ നിങ്ങൾ തീരും. നിങ്ങളുടെ മക്കളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്ന ഇഷ്ടമാണോ, അവരുടെ അറിവോട് കൂടിയുള്ള ഇഷ്ടമാണോ, അവരുടെ ആത്മസാക്ഷാത്കാരം ഇഷ്ടമല്ല. അതായത് മനസ്സിലാക്കുക. നിങ്ങളുടെ മക്കളുടെ ഇഷ്ടത്തിന് വിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനല്ല വിട്ടത്. ഈശ്വര സാക്ഷാത്കാരല്ലത്. ഈശ്വര സാക്ഷാത്കാരം എന്നൊരു സംഭവം ഇല്ല കേട്ടോ. രണ്ട് തത്വമുള്ളൂ. ഈ യോഗിയുടെ ആത്മകഥ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മക്കളുടെ ഇഷ്ടത്തിനാണ് വിട്ടിരിക്കുന്നത്. ശരിയല്ലേ? അവരുടെ ഇഷ്ടം വേറെ, അവരുടെ ആത്മസാക്ഷാത്കാരം വേറെ. രണ്ടാ. അതായത് മനസ്സിലാക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല ആത്മസാക്ഷാത്കാരം. അതെങ്ങനെ ശരിയാവുക? നിങ്ങളുടെ ആത്മസാക്ഷാത്കാരം അല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളല്ല ആത്മാ വേറെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ വേറെ. രണ്ടാ. നിങ്ങൾക്ക് ശക്തിമാനായിട്ട് ആകാശത്തിൽ പറക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അതാണോ? ആ സ്വപ്നല്ലേ? അത് ആത്മസാക്ഷാത്കാരമാണോ? അല്ലല്ലോ. അത് വേറെ, ഇത് വേറെ. അതാ പറഞ്ഞത്. ഞാൻ കൂടുതൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് ആകെ വട്ടാവും. ഒരു ചേച്ചി ചോദിക്കാനുണ്ടോ? മെഡിറ്റേഷൻ ചെയ്യുന്നവർ മദ്യപിച്ച ഒരു പ്രശ്നമില്ല. മദ്യപിച്ച് മെഡിറ്റേഷൻ ചെയ്യാം, കഞ്ചാവ് വെച്ച് മെഡിറ്റേഷൻ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എന്തിനു ചെയ്യണം എന്നുള്ള ഉത്തരം വേണം. അത് മേരി ചേച്ചിയാ എന്ന് ചോദിക്കാനുണ്ടോ? ആ മൈക്കൊന്ന് അങ്ങോട്ട് തീർത്തെ. ആ ഗുഡ് മോർണിംഗ് മിത്രമായി. ഇപ്പൊ പറഞ്ഞില്ലേ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം. അപ്പൊ മക്കൾക്ക് നമ്മൾ അങ്ങനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം മിത്രമായി പറയുമ്പോൾ മനസ്സിലായി തെറ്റ് പറ്റിപ്പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റുമോ അത്? അതാ പറഞ്ഞ റിവേഴ്സ് പോണം. അതല്ല തൂമ്പിയും കൈക്കൊടുത്ത് ഇറങ്ങിക്കോ. കുടിച്ചു നോക്കണ്ടേ? എവിടെയോ കുഴിച്ചു മൂടിയല്ലോ നിങ്ങള്. എവിടെ കുഴിച്ചു മൂടിയെന്ന് കണ്ടുപിടിക്കട്ടെ. നിങ്ങളെന്നെ കുഴിച്ചു മൂടിയത്. ഓരോരുത്തരും ഓരോ സ്ഥലത്ത് കുഴിച്ചു മൂടി. ഞാൻ ക്ലാസ് തുടങ്ങും പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ പ്രശ്നമല്ല. ഈ ക്ലാസ് അവസാനിക്കുമ്പോ നിങ്ങൾ എവിടെ കുഴിക്കണം എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാനല്ലല്ലോ പറഞ്ഞു തരേണ്ടത്. കുഴിച്ചിട്ട് നിങ്ങളല്ലേ. അപ്പൊ കുഴിച്ചിട്ട് പോയി തോണ്ടണ്ടേ? ചിലപ്പോ നിങ്ങൾ ചിലപ്പോ മരിച്ചിട്ട് വീടിനകത്ത് കുഴിച്ചിട്ടുണ്ടാവും. ഷൈൻ ചേട്ടൻ ചിലപ്പോ പറമ്പേ കുഴിച്ചിട്ടുണ്ടാവും. മറ്റേ വിപിൻ രാജ് ചിലപ്പോ സ്കൂളിൽ കുഴിച്ചിട്ടുണ്ടായിരിക്കും. പ്രേമകുമാരി ചേച്ചി ചിലപ്പോ ഭർത്താവിന്റെ വീട്ടിൽ കുഴിച്ചിട്ടുണ്ടാവും.
എവിടെ കുഴിച്ചിട്ടു? നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എവിടെ കുഴിച്ചിട്ടു നിങ്ങൾ? അത് നിങ്ങളല്ലേ തോണ്ടേണ്ടത്, ഞാനാണോ? അത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ എവിടെയാ കുഴിച്ചിട്ട് നിങ്ങളല്ലേ കണ്ടുപിടിക്കണ്ടേ? എവിടെയാണത് കുഴിച്ചു മൂടിയത്? ഭർത്താവിന്റെ വീട്ടിലാണോ ദൃശ്യം 3 സ്റ്റാർട്ട് ചെയ്തത്? കുഴിച്ചു മൂടി നിങ്ങൾ തോണ്ടി അല്ല, കണ്ടുപിടിക്കണം. അതെ. അപ്പൊ എനിക്ക് 2 കുട്ടികളാണ്. അതില് രണ്ടാമത്തെ ആള് മൂത്ത ആള് മെഡിസിനാണ്. അത് നമ്മുടെ ആഗ്രഹത്തിനാണ് പഠിപ്പിച്ചത്. പക്ഷേ രണ്ടാമത്തെ ആള് ഇനി മെഡിസിൻ പഠിപ്പിക്കാൻ വിചാരിച്ചു. പക്ഷെ അവൻ അവന്റെ വഴിക്കാ പോയത്. അത് കറക്റ്റാന്ന് തോന്നി. പക്ഷെ ഇപ്പൊ ഈ മൂത്ത ആളെ ഇങ്ങനെ ചെയ്തോണ്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്. അവനെന്ത് ചെയ്യാൻ? അവരുടെ നമുക്ക് അതാ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഇടപെടാനല്ല ഇവിടെ വന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം ശരിയാക്കാനാണ് വന്നത്. മക്കളുടെ കാര്യം പോയി. നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ നിങ്ങളുടെ ആത്മസാക്ഷാത്കാരം നേടിയതിനു ശേഷം മക്കളോട് പറഞ്ഞാൽ മതി. നേടിയതിനു ശേഷം മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ മക്കൾ വെക്കലേ അമ്മച്ചി ഇതുണ്ടാക്കി, അമ്മച്ചി സമാധാനം മരിക്കാൻ പറ്റിയ പിന്നെന്തിന് എന്ന് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തുണ്ട് മക്കളുടെ അവിടെ കിട്ടെ, നമുക്ക് തുപ്പ് തോണ്ട. അത് ജാതകം നോക്കി ആത്മസാക്ഷാത്കാരം കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുൻജന്മം ആത്മാവ് ഇങ്ങനെ പൊക്കോ എന്ന് പറയാറുണ്ട് അവരടുത്ത്. പലരും പോവാൻ തയ്യാറൊന്നല്ല. മനസ്സിലായോ? നിങ്ങൾ എവിടെ കുഴിച്ചിട്ടോ, നിങ്ങൾ എവിടെയോ കുഴിച്ചു മൂടി. അത് എവിടെ കുഴിച്ചു മൂടി കണ്ടുപിടിക്കി, അന്വേഷിച്ച് കണ്ടുപിടിക്കി. അതാണ് മെഡിറ്റേഷൻ, അതാണ് ധ്യാനം. എവിടെയാണ് കൈവിട്ടു പോയത്, എവിടെ നിങ്ങളത് മിസ്സാക്കി, അത് നിങ്ങൾ തോന്നണം. അത് ഓരോരുത്തരും ഓരോ സ്ഥലത്ത് കുഴിച്ചു മൂടി, നിങ്ങൾ അറിഞ്ഞോ അറിയാതെ എവിടെയോ മൂടിപ്പോയി. അത് കൊണ്ടെടുക്കുക. ബാബു ചേട്ടാ, വയസ്സായൊന്നും നോക്കണ്ട, തോണ്ടാൻ തൂമ്പയും ജെയ്സി പിടിക്കേണ്ടി വരും പറഞ്ഞിട്ട് ഇത്രയും വലുതാണ് കുഴിച്ചു മൂടിയാ ജെയ്സി പിടിക്കാൻ. ഇനി എന്ത് ചെയ്യണം മനസ്സിലായി. ആ മനസ്സിലാവായിയാണ് നിങ്ങളുടെ ഉത്തരം. ആ മനസ്സിലാവാതെ ഞാനിത് എന്ത് ജീവിതം, എന്ത് ലോകം എന്ന് പറഞ്ഞ് മനസ്സിലാവാതിരുന്നോണ്ടാണ് എനിക്ക് ഉത്തരം പ്രപഞ്ചം തന്നത്. നിങ്ങൾ അങ്ങനെ ഒരു 0 പോയിന്റിലെത്തും. ഞാൻ പറഞ്ഞില്ലേ, 0 ബ്രെയിനായിട്ട് വരിക, അവസാനം നിങ്ങൾ 0-ലെത്തും. വട്ടപ്പൂച്ചണേ ഒന്നുമില്ലല്ലോ. അവിടെ നിന്നാണ് നിങ്ങൾ ആരംഭിക്കുക. എല്ലാം 0-ൽ നിന്ന് ആരംഭിക്കും. ഒരു കാര്യം കൂടി ചോദിച്ചോളാം, ഞാൻ ചോദിക്കും. ഇല്ല, കമന്റ് ആയിട്ട് ചോദിക്കുന്നതാ. കമന്റ് ആയിട്ട് ചോദിക്കുക, ടൈപ്പ് ചെയ്യണ്ടായിരിക്കും. വരട്ടെ. എവിടെ കുഴിച്ചു മൂടിയെന്ന് കണ്ടുപിടിച്ചു. രമേശ് ചേട്ടാ, രമേശ്. നമ്മളിപ്പോ സാധാരണ ഒരു ജനിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഏതാണെന്ന് തീരുമാനിച്ചിട്ടാണ് അതിലേക്ക് വരുന്നതെന്നുള്ളൊരു എവിടെ വായിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ല, ക്ലിയർ ആയിട്ട് ഇപ്പൊ കേൾക്കാമോ? ക്ലിയർ ആണോ? ഓക്കെ. നമ്മളിപ്പോ ഒരു ആത്മാവ് ജന്മം എടുക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഏതായിരിക്കണമെന്ന് ആത്മാവ് തീരുമാനിച്ചിട്ടാണ് ആ യോനിയിൽ പ്രവേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഇത് കേട്ടിട്ടുണ്ട്. അത് വരുന്ന സമയത്ത് പിന്നെ എപ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് ഒരു അച്ഛന്റെയും അമ്മയുടെയും വയറ്റിൽ പിറവെടുക്കുന്നതെന്നാൽ ആ അച്ഛനും അമ്മയും മൂലം നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സ്വപ്നത്തിന് പുറകിലും ഒന്ന് ആത്മാവിന്റെ പുറകിലും പോകാൻ 2 ഓപ്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ DNA-യിലാണ് ജനിച്ചതെന്ന്. ആ പാരമ്പര്യം ഉണ്ട്, അത് കണ്ടുപിടിക്കണം എന്ന്. അതാണ് പാരമ്പര്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലന്റെ മോൻ കൊല്ലം തന്നെയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആശാരിയുടെ മോൻ ആശാരി തന്നെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. തട്ടാന്റെ മോൻ തട്ടാനായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തിനാ പറഞ്ഞത്? കൊല്ലന്റെ മോൻ കൊല്ലൻ, തട്ടാന്റെ മോൻ തട്ടാൻ. ഇവര് ചോദിക്കേണ്ട കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. അവിടെ ആത്മസാക്ഷാത്കാരം ഇല്ല. അവനറിയാം, ഞാൻ തട്ടാന്റെ മോൻ തട്ടാൻ, പറയന്റെ മോൻ പറയും, ഉടുക്കൂട്ടനാണ് ഉടുക്കൂട്ടനാണ്, കാവൽക്കാരന്റെ മകൻ കാവൽക്കാരൻ, മന്ത്രിയുടെ മോൻ മന്ത്രി, അല്ലെ? രാജാവിന്റെ മോൻ രാജാവ്. അപ്പൊ രാജാവിന്റെ വയറ്റിൽ ജനിച്ചാൽ, രാജാവിന്റെ വയറ്റിൽ ജനിച്ചാൽ അവൻ രാജാവാണ്. പ്രശ്നം തീർന്ന്. കൊല്ലന്റെ വയറ്റിൽ നിങ്ങൾ പിറവെടുത്താൽ നിങ്ങൾ കൊല്ലനാണ്. പിന്നെ ആത്മസാക്ഷാത്കാരം തേടി പോണ്ട. ഇന്ന് അങ്ങനെയല്ല. എവിടെയാണ് പ്രശ്നം? കാര്യം മനസ്സിലായോ? അപ്പൊ നിങ്ങൾ തന്നെ തേടണം. അത് എവിടെ കുഴിച്ചു മൂടിയോ നിങ്ങൾ തന്നെ തേടണം. ആ ദീപ ചേച്ചിയെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാനാണെങ്കിൽ അത് ഹാൻഡ് റൈസ് ചെയ്താലേ ഇവര് അൺമിട്ട് ആക്കുള്ളൂ.
ബിനുവിന്റെ അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ നമുക്ക്. ഒരു മിനിറ്റ് ബിനുവിന്റെ അച്ഛന് വേണ്ടി, ബിനുവിന്റെ അച്ഛന്റെ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ. ദൈവചേച്ചി ഹാൻഡ് റൈസ് ചെയ്താലേ ഒരു അൺമുട്ടാക്കുള്ളൂ കേട്ടോ. ഇവിടെ ആ ചോദ്യം ചോദിച്ച ഒരാളുണ്ട്. ആഗ്രഹങ്ങൾ ഇല്ലാതായാൽ എല്ലാവരും സ്വയം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഭൂമിയിൽ സൃഷ്ടി അങ്ങനെ നടക്കും. പുതിയ കണ്ടുപിടുത്തം അങ്ങനെ ഉണ്ടാവും. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കണ കാര്യം ഇവിടെ പറഞ്ഞില്ല ചേട്ടാ. ആരെങ്കിലും പറഞ്ഞോ? ആഗ്രഹങ്ങൾ ഇല്ലാത്തവരാവണമെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു? ഇല്ലല്ലോ, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആഗ്രഹത്തിന്റെ കാര്യം, ആഗ്രഹം എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു? ആരെങ്കിലും എപ്പോഴും പറഞ്ഞ? ഇല്ലല്ലോ. ദൈവചേച്ചിയുടെ അൺമ്യൂട്ട് ചെയ്ത ആരെങ്കിലും? ആത്മസാക്ഷാത്കാരം വേറെ, സ്വപ്ന സാക്ഷാത്കാരം വേറെ. നിങ്ങളുടെ ആത്മാവിന്റെ ആഗ്രഹം ഫ്രീ വൈദ്യുതി കണ്ടുപിടിക്കാനാണെങ്കിൽ, ഫ്രീ വൈദ്യുതി കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ആത്മാവ് പോയിക്കൊണ്ടിരിക്കില്ലേ? ഉറപ്പല്ലേ? അത് കണ്ടുപിടുത്തല്ലേ? മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പറയുന്നത് അത് തത്വമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നതല്ല ഞാൻ പറയുന്നത്. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിചാരം ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന് ഇരിക്കുന്നതാണോ? അതല്ല. ക്ലാസ് കഴിഞ്ഞ് കിടന്നുറങ്ങാന്ന് വിചാരിച്ചാൽ നീ ഉറക്കം പോയി. ദൈവചേച്ചിയുടെ അറിയണ്ട എന്നിട്ട് നിങ്ങൾ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ മറ്റേ ദൈവത്തിനോട് അമ്പലത്തിനോട് വചനിക്കുന്ന ആരാ പറഞ്ഞേ? നിങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാരുടെ ഒരു DNA, കൊല്ലന്റെ മോൻ കൊല്ലൻ, തട്ടാന്റെ മോൻ തട്ടാന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ ഏതോ ഒരു DNA അവരുടെ ഏതോ ഒരു കർമ്മ നിങ്ങൾ തീർക്കാനാണ് ഭൂമിയിൽ പിറവെടുത്തതെന്ന് അർത്ഥം. നിങ്ങളുടെ ഭാര്യ അങ്ങനെ തന്നെ ഒന്നുണ്ടാവുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാ ഭാര്യ വന്നിരുന്നത്. ഒരുത്തൻ ടീച്ചർ ആവണമായിരുന്നു, കുട്ടികളെ പഠിപ്പിക്കണമായിരുന്നു. അപ്പൊ അതവർ ചെയ്യാൻ പറ്റിയില്ല, ബിസിനസ്സും ജോലിയായിട്ട് പോകുന്നു. പക്ഷെ ഭാര്യ തന്നെ ടീച്ചറുടെ എടുത്തു. അപ്പൊ കർമ്മ ബാലൻസ് ആയി. ഭാര്യ അവന്റെ കർമ്മനെ ബാലൻസ് ചെയ്യും. അതേപോലെ തന്നെ ഭാര്യയുടെ കർമ്മം ഭർത്താവ് ബാലൻസ് ചെയ്യും. സോ അതാണ് ഈക്വൽ പാർട്ട്ണർ. നമ്മൾ ഈ ജന്മത്തിൽ പൂർത്തിയാക്കുന്ന കാര്യമില്ല. അവിടെ ഒരു ചോദ്യം, കറക്റ്റ് ചോദ്യമാണ്. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് നമ്മൾ ഈ ജന്മത്തിൽ പൂർത്തീകരിക്കേണ്ടതാണോ? അല്ല. ഈ ജന്മത്തിൽ അതിന്റെ വഴിയിട്ട് പോവുകയും ചെയ്യാം. ഞാനങ്ങനെ, നിങ്ങളെല്ലാവരും ചിന്തിച്ചാൽ അങ്ങനെ തന്നെ. ഞാൻ അങ്ങനെ തന്നെ. ഞാൻ മുൻ ജന്മത്തിൽ ആരായിരുന്നു? ഒരു ബ്രാഹ്മണനെ പോലെ ആളുകൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കുറെ പഠിച്ച് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു മെമ്മറി ആയിരുന്നു എന്റെ. ഞാനത് ഈ ജന്മം എടുത്ത് അത് പൂർത്തീകരിക്കുക എന്നാണ് ഈ ലക്ഷ്യം. അടുത്ത ജന്മം പൂർത്തീകരിച്ചതിന് ശേഷം പുതിയതൊന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ പുതിയത് കണ്ടുപിടിക്കുമ്പോൾ അടുത്ത ജന്മത്തിലാണ് അർത്ഥം. തിയറി ഞാൻ കൊണ്ടുപോകണ്ടല്ലോ. തിയറി ഈ ജന്മയ്ക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് എനിക്ക് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ കറക്റ്റ് ഫ്രീക്വൻസി ജനിച്ച് ഇത് പൂർത്തീകരിച്ച് പുതിയൊരു മതഗ്രന്ഥം എഴുതാൻ ഞാൻ തയ്യാറാവും, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ ലോകത്തിന് വേണ്ടി. ഞാനല്ല, ആ ദൈവത്തിന്റെ കൂടെ, ദൈവപുത്രൻ ജനിക്കുന്ന ദൈവപുത്രന്റെ കൂടെ ജനിച്ച് ദൈവപുത്രന് പുതിയ ബുക്ക് എഴുതാൻ വേണ്ടി ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്ത് കൊടുക്കാനാണ് എന്റെ ആത്മ. തിയറി എനിക്ക് ഈ ജന്മം ഒന്നും സാധിച്ചില്ലെങ്കിലും അടുത്ത ജന്മം ഞാൻ പുതിയ ബുക്ക് എഴുതുന്ന അർത്ഥം. 2140, 35, 40, 33 ജനനം, 44 ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. വെറുതെ അല്ല ഞാൻ പറഞ്ഞത്. ഈ ജന്മത്തിൽ പൂർത്തീകരിക്കണല്ലോ. ഈ ജന്മത്തിൽ അതിന്റെ വഴി കണ്ടുപിടിക്കുക. അടുത്ത ജന്മത്തിൽ ആ ട്രാക്കിൽ വരും. നിങ്ങൾ ഒരു ഉറപ്പായിട്ടും വരും. ദീപ ചേച്ചിയുടെ അൺമിട്ട് ഇതില്ലാരും. ദീപചേച്ചി പറയും. നമസ്കാരം ഉത്തരമായി. നമസ്കാരം. നമ്മള് കേൾക്കുന്നുണ്ടോ? പറയും. നമ്മളിപ്പോ നമ്മുടെ മക്കൾക്ക് നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കളായിട്ട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചായിരിക്കും നമ്മുടെ ഹിന്ദു മതത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നത്. അല്ലെ, ഏത് മതമാണെങ്കിലും അതെ. പക്ഷെ അവർക്ക് അതിലൊന്നും താല്പര്യം. നമ്മളിപ്പോ സന്ധ്യക്ക് പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. സന്ധ്യക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ മക്കൾക്ക് ചിലപ്പോൾ അതിനോട് താല്പര്യം ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ആയിരിക്കും അത് ചെയ്യണം. അപ്പൊ നമ്മുടെ ഒരു ഇഷ്ടമല്ല അവരിലേക്ക് ഏൽപ്പിക്കുന്നത്. അവർക്ക് ബേസിക്കലി അതിനൊന്നും താല്പര്യമില്ല. ചിലപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും.
ചിലപ്പോൾ ഇഷ്ടോടെ പഠിക്കാൻ പഠിക്കും. അപ്പൊ നമ്മളത് ഫോഴ്സ്ഫുള്ളി അവരിലേക്ക് അത് ചെയ്യണം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളല്ലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവരത് റിജക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരി, അത് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. അവർക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ചോദ്യം എല്ലാവരും കോമൺ ക്വസ്റ്റ്യൻ ആണ്. എന്റെ മക്കള് വിളിച്ചാൽ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ വരില്ല, പള്ളിക്ക് വിളിച്ചാൽ വരില്ല, അവന് ദൈവത്തിൽ വിശ്വാസമില്ല, അവൻ വിളിച്ചാൽ വരില്ല, അവൻ തോന്നിയപ്പോ നടക്കുന്നു. പക്ഷെ തിരിച്ചു ചോദിക്കട്ടെ, അവന്റെ ലക്ഷ്യം എന്താ? നിങ്ങൾ എന്താ അത് ചോദിക്കാത്ത? നിങ്ങൾ എന്തിനാണ് അവനെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്? നിങ്ങളുടെ സ്വപ്നമാണ് അവൻ പ്രാർത്ഥിക്കാൻ വരണം, അവൻ ധ്യാനിക്കാൻ വരണം, അവൻ പള്ളിയിൽ വരണം, അവൻ പഠിക്കണം എന്ന് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം. ബട്ട് അവന്റെ സ്വപ്ന സാക്ഷാത്കാരം എന്താ? അവന്റെ ആത്മസാക്ഷാത്കാരം എന്താ? നിങ്ങൾ ചോദിക്കാത്ത? നിങ്ങൾ എന്തുകൊണ്ട് അവൻ പ്രാർത്ഥിക്കാൻ വരുമ്പോ വിളിച്ചിട്ട് വരുന്നില്ല? എല്ലാം സംഭവിച്ചു, ഓക്കെ. ബട്ട് അവന്റെ സാക്ഷാത്കാരം എന്താണ്? നിങ്ങൾ എന്തുകൊണ്ട് കണ്ടുപിടിക്കുന്നില്ല? ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണിന്റെ വയറ്റിലിരുന്ന കൊച്ചിന്റെ അവന്റെ എനർജി എന്താണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? നിങ്ങളുടെ കുട്ടി എന്തിന് ജനിച്ചു എന്നും നിങ്ങളുടെ കുട്ടിയുടെ ഉള്ളിലുള്ള ഊർജം എന്താണെന്നും എന്ത് വിഷയം പറയുമ്പോഴാണ് അവൻ കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നതും ഏത് വിഷയത്തിലാണ് അവന്റെ മെമ്മറി വർക്കിംഗ് എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാണ് ചോദ്യം. അതേ ചോദ്യം എനിക്ക് തിരിച്ചു ചോദിച്ചൂടെ? നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കണ ഈ ചോദ്യം. അമ്മ എന്നെ ജനിപ്പിച്ചു, അമ്മച്ചി എന്നെ ജനിപ്പിച്ചു, അമ്മച്ചി എന്നെ ഭൂമിയിൽ പ്രകടിപ്പിച്ചു, എല്ലാം ഓക്കെ. എന്റെ ആഗ്രഹങ്ങളും എന്റെ ആത്മാവ് മീൻസ് എന്റെ കർമ്മ എന്താണ്? എനിക്ക് എന്തിനോടാണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്? അതിനെന്തുകൊണ്ട് വിട്ടില്ല എന്ന് നിങ്ങളുടെ മക്കൾ ചോദിച്ചാൽ, ഞാൻ ഈ പ്രാർത്ഥിക്കാൻ വരുന്നതാണോ, എന്റെ ആത്മസാധനത്തിൽ പോണതാണോ ശരിയെന്ന് ചോദിച്ചാൽ, മക്കൾ ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് അവൻ അമ്പലത്തിൽ വരണം, പൂജയ്ക്ക് പോകണം, അവൻ വിളിച്ചോർത്ത് വരണം, പറഞ്ഞു അനുസരിക്കണം. അവന്റെ ആത്മസാക്ഷാത്കാരം വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. എല്ലാം നിങ്ങൾ അവനെ ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നത്, നിങ്ങൾ അവൻ അമ്പലത്തിലേക്ക് വിളിക്കുന്നത്, ഇതെല്ലാം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാ മറ്റുള്ളവർ ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നത്. അതല്ലാണ്ട് എന്റെ മോന് ഞാൻ ഡ്രസ്സ് മേടിച്ചു കൊടുത്തു, എന്റെ മോന് ഞാൻ ബൈക്ക് മേടിച്ചു കൊടുത്തു, അൺമുട്ടാകുന്നില്ല. പിന്നെ ചേച്ചി ദൈവ ചേച്ചി, നിങ്ങൾ സംസാരിക്കുമ്പോ അൺമ്യൂട്ട് ഒരു വട്ടം ചെയ്താൽ പിന്നെ മ്യൂട്ട് ആക്കരുത്. പിന്നെ അൺമ്യൂട്ട് ആക്കണമെങ്കിൽ പെർമിഷൻ ചോദിക്കേണ്ടി വരും. മനസ്സിലായോ? നമ്മള് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ അവർക്കൊരു ബേസിക് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ട, ഒരു ദൈവവിശ്വാസം വേണം. എന്നാലും നന്നായിട്ട് വളരുമെന്ന് നമുക്കൊരു വിശ്വാസം കൊണ്ട് അവര് നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ അതിലേക്ക് ഇതാക്കുക. കാരണം ഒരു വിശ്വാസം ഇല്ലാതെ തോന്നിയ പോലെ പിള്ളേര് വളർന്നാൽ മതിയോ? പക്ഷെ നമ്മൾ വിശ്വാസം അവരോട് പ്രാർത്ഥിക്കും. അതെ, വിശ്വാസമില്ലാത്തവർ ആരും കണ്ടുപിടുത്തങ്ങളൊന്നും നടത്തിയിട്ടില്ല ഇവിടെ. വിശ്വാസമില്ലാത്തവർക്ക് ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ? ഞാൻ വിശ്വാസമായിരുന്നില്ല. ആ വിശ്വാസമല്ല, നമ്മള് ഇപ്പൊ ഒരു ദൈവം എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യാൻ മടിക്കുന്നത്. അതെന്തിന്? ആ ദൈവമല്ലേ നിങ്ങളുടെ മകനെ സൃഷ്ടിച്ചത്? പിന്നെ എന്തിനാണ് ചേച്ചി ദൈവത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആ വാശി പിടിക്കുന്ന മകനെ? ചേച്ചിയുടെ ഉത്തരവാദിത്തം എന്താ? നിങ്ങളുടെ മകൻ, നിങ്ങളെ ഭൂമിയിൽ നിങ്ങളുടെ കുട്ടീനെ പിറവെടുത്തിട്ടുണ്ടോ? നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യാൻ വെച്ചൊരു കർമ്മയുടെ ബാക്കിയാണ് അത് അവന്റെ ഉള്ളിലുണ്ട്. അത് കണ്ടുപിടിച്ച് അവൻ അതിലേക്ക് വിട്ട പ്രശ്നം തീർന്നു. അതുകൊണ്ട് അവൻ ദൈവത്തിലേക്ക് വരണം. ജീവിതത്തിൽ അപ്പൊ തെറ്റും ശരിയും ഇല്ല. ഇപ്പൊ എന്റെ കുട്ടി നമ്മളിപ്പോ നല്ല സ്വഭാവത്തിൽ നിൽക്കുന്നു, പക്ഷെ അവൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് ഒച്ചെടുക്കുന്നത്, മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറുന്നതിനെ കുറിച്ച് നമുക്കറിയില്ല എന്താണ് അങ്ങനെ ശരി ചെയ്യുന്നത്. ചേച്ചി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരുന്നോ ചെറുപ്പം തൊട്ടേ? അല്ല. പിന്നെ എന്തിനാണ് മകൻ അങ്ങനെ ആക്കണം എന്ന് ആഗ്രഹിക്കണേ? അതായത് ചേച്ചിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി മകനെയും മക്കളെയും ചേച്ചി ബുദ്ധിമുട്ടിക്കുന്നു. അവരുടെ ലക്ഷ്യം എന്താണെന്നോ അവരുടെ കാര്യങ്ങൾ എന്താണെന്നോ ചേച്ചി അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല ഇതുവരെയ്ക്കും. ഇന്നും ഈ ക്ലാസ് കേട്ടിട്ട് പോലും ചേച്ചി എന്റെ മക്കൾ എന്തിനാണ് ഭൂമിയിൽ പിറവെടുത്തത്, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് റിവൈൻ ചെയ്യാൻ ചേച്ചി തയ്യാറില്ല. ചേച്ചി ഇപ്പോഴും അവൻ പ്രാർത്ഥിക്കാൻ വരുന്നില്ല, അവൻ അമ്പലത്തിൽ പോകുന്നില്ല, അവൻ പള്ളിയിൽ പോകുന്നില്ല എന്ന് പിടിവാശിയാ. പിന്നെ എങ്ങനെയാണ് ചേച്ചിയുടെ മക്കളും ചേച്ചിയും നേരെ ആവാതെ മീൻസ് പ്രശ്നങ്ങൾ തീർക്കാന്നാണ് എന്റെ ചോദ്യം. അവൻ എന്തിനു ഭൂമിയിൽ ചേച്ചി എന്റെ ചോദ്യം, ചേച്ചിയുടെ മകൻ എന്തിനാ ഭൂമിയിൽ പിറവെടുത്തത്? അവന്റെ ലക്ഷ്യം എന്താ അറിയോ? അതല്ല കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിച്ച് അവൻ ആ വഴിക്ക് വിട്ടാൽ മതി, അവൻ അങ്ങോട്ട് പൊക്കോളും. അപ്പൊ അവന് തനിയെ ദൈവവിശ്വാസം ഉണ്ടാവും. ദൈവമേ, ഇതാണ് എന്റെ റൂട്ടല്ലേ, ഇതാണ് എന്റെ വഴിയല്ലേ, എന്റെ അമ്മ പറഞ്ഞു. അപ്പോഴേ അവനൊരു വിശ്വാസിയാകൂ. അതൊരിക്കലും അവന് വിശ്വാസം ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ അവന്റെ ഇഷ്ടത്തിന് ദൈവത്തിൽ വിശ്വസിക്കുന്നതാണോ തെറ്റ് ശരിയും? അമ്പലത്തിൽ പോകുന്നതാണോ തെറ്റ് ശരിയും? പള്ളിയിലേക്ക് വരുന്നതാണോ തെറ്റ് ശരിയും?
അതല്ല ഇപ്പൊ നമുക്ക് ഒരു തെറ്റെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞില്ലേ നമുക്ക് അതൊക്കെ ഉണ്ട് എന്തായാലും ഉണ്ട് അതിന് ചേച്ചി അവനെ പ്രസവിച്ചു, അവന്റെ വഴി കാണിച്ചു കൊടുക്കുന്നല്ല തോന്നിയ വഴിക്ക് അവൻ പോകുന്നത്. അവന്റെ വഴി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ തോന്നിയ വഴിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മളതെങ്ങനെ കാണിച്ചു കൊടുക്കാം? എന്റെ പൊന്നു ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ചേച്ചിയുടെ മോന് ലണ്ടനിൽ ജോലി കിട്ടി ഇരിക്കുക, ഉം. 5 ലക്ഷം രൂപയാണ് ശമ്പളം. ചേച്ചി പോവാൻ പറയില്ലേ? പറയും. അവിടെ ദൈവവിശ്വാസത്തിൽ ഒരു മണ്ണം കൊണ്ടില്ല, പള്ളിയിൽ അമ്പലം ഇടിച്ചു വിളിച്ചിരിക്കുക, അവിടെ ദൈവവിശ്വാസത്തിൽ മണ്ണം കൊണ്ടില്ല. അപ്പൊ ആ നാട്ടിൽ ചേച്ചി പറഞ്ഞിരിക്കോ, എന്റെ മോൻ അവിടെ പോണ്ട, അവിടെ പോയി കഴിഞ്ഞാൽ 5 ലക്ഷം 10 ലക്ഷം ശമ്പളം പോകുന്നു വേണ്ട, അവിടെ ദൈവവിശ്വാസം ഇല്ലാത്ത നാടാണ്, അവിടെ ആരും ഇപ്പൊ ദൈവത്തിലേക്ക് പോകില്ല. അങ്ങനത്തെ രാജ്യങ്ങളുണ്ട് ഇപ്പോ. ദൈവമില്ല, പള്ളിയൊക്കെ പൊളിച്ചു കളഞ്ഞു, ആ നാട്ടിലൊക്കെ പള്ളിയൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നാടാണ്. വിശ്വാസം ഒന്നും ഇല്ലാണെങ്കിൽ പോണ്ടെന്ന് പറയോ? ഇല്ലല്ലോ. ഇല്ല, അപ്പൊ ഞാൻ ചോദിച്ചത് അപ്പൊ അവിടെ പണം വലുതാ, അവിടെ പൈസ വലുതാ, ആ പണം കിട്ടുന്നുണ്ട്. ഏത് രാജ്യങ്ങളും പൊക്കോ. ഇത് ഫിൻലാൻഡ് പോലെ പല രാജ്യങ്ങളും അമ്പലം പള്ളിയില്ല, ഒരു മണ്ണാങ്കട്ടി ഇല്ല. അപ്പൊ ചേച്ചി പറയൂ, പള്ളിയൊക്കെ പിടിച്ച പബ്ബ് പണിയാ. അപ്പൊ ചേച്ചി പറയോ, മോനെ നിനക്ക് 10 ലക്ഷം ശമ്പളം ഉണ്ട് കേട്ടോ, നീ കാലത്തൊട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയൂല. പറയില്ല. അപ്പൊ ഈ ചേച്ചി ദീപ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി തന്നെ ചേച്ചി സ്വഭാവം മാറ്റും. ഇപ്പൊ ഈ പറയുന്ന ചേച്ചി നാളെ പറയും, ഈ പള്ളിയിൽ നിന്ന് പോയിട്ട് എനിക്ക് പൈസ അയച്ചാൽ മതി, പണം ഉണ്ടാക്കിയാൽ മതി, ഈ രക്ഷപ്പെട്ടാൽ മതി. അവർ രക്ഷപ്പെട്ടു. പിന്നെ പള്ളിയിൽ പോകേണ്ട അല്ല അമ്പലം. അപ്പൊ ദൈവമില്ല ഒന്നുമില്ല. പണത്തിന് വേണ്ടില്ല, ഞാൻ പറഞ്ഞു നമുക്കൊരു വിശ്വാസം വേണ്ടേ അതെ ചേച്ചി, ദൈവം എന്ന് പറഞ്ഞ അതന്നെ എന്റെ ചോദ്യം. വിശ്വാസം ഇല്ലാത്ത രാജ്യത്തേക്ക് മോനെ പറഞ്ഞു വിടില്ലയോ എന്നാണ് ചോദ്യം. 10 ലക്ഷം ശമ്പളം, മോന് ജോലി റെഡി, ചേച്ചി പറഞ്ഞു വിടില്ലയോ? ഉത്തരം എന്താ? അപ്പൊ ചേച്ചി പറയോ നമുക്ക് വിശ്വാസം ഇല്ലാത്ത രാജ്യം? ജോലിക്ക് നമ്മൾ പറഞ്ഞിടും, പക്ഷെ പ്രവൃത്തി ഒന്നാകണ്ടേ ഐ, പ്രവൃത്തി. അപ്പൊ പ്രവൃത്തി ചെയ്താൽ മതി, ദൈവത്തിലേക്ക് പോകണ്ട അല്ലെ? അല്ല അങ്ങനെയല്ല ഞാൻ പിന്നെ പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ ഇപ്പൊ നമുക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നല്ല ഇപ്പൊ ഇപ്പൊ ഞാൻ എന്റെ അമ്മയോട് ഒച്ചെടുക്കാറില്ല, പക്ഷെ എന്റെ മകൻ എന്നോട് ഭയങ്കരമായിട്ട് ഒച്ചെടുക്കാറുണ്ട്. അതെന്തു അവന് ഞങ്ങൾ ഇപ്പൊ ഞാൻ എന്റെ അമ്മയോട് ഒച്ചെടുക്കാറില്ല, പക്ഷെ എന്റെ മകൻ എന്റെ അമ്മയോട് ഭയങ്കരമായിട്ട് ഒച്ചെടുക്കാറുണ്ട്, എന്നോട് തന്നെ. അതെ. അപ്പൊ അവനത് എവിടുന്നാണ് അത് പഠിച്ചത്, അതെന്താണ് അങ്ങനെ ഇല്ല, ചെയ്യുന്നത്? എവിടുന്നോ പഠിച്ചൊന്നല്ല, ചേച്ചിയുടെ DNA തന്നെയാണ്, ചേച്ചിയുടെ ഉള്ളിലുള്ള സ്വഭാവം തന്നെയാണ് അവൻ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ തെളിച്ചരാം. ചേച്ചി വായോ, ചേച്ചിയുടെ ഡേറ്റ് ഓഫ് സമയമൊക്കെ ചേച്ചിയുടെ സ്വഭാവം എന്തായാലും, ചേച്ചിയുടെ ക്യാരക്ടർ എന്തായാലും, ചേച്ചിയുടെ ഉള്ളിലുള്ള സ്വഭാവം, സത്യസന്ധമായ സ്വഭാവം ഞാൻ പുറത്തേക്ക് കൊണ്ടുവരാം. ഒക്കെ എന്തോരം കഴിഞ്ഞേക്കണ്, എത്ര ആൾക്കാർ ഇവിടെ വന്നേക്കണ്, എത്രയോ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഞാൻ കുട്ടിക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ അമ്മമാരുടെ പറയും, നിങ്ങളുടെ ജാതകം എന്താ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായി, ഞാൻ തെളിയിച്ചരാന്ന് പറഞ്ഞു. നിങ്ങളുടെ ജാതകത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായെന്ന് ഞാൻ തെളിയിച്ചരാം. നിങ്ങൾ ചെയ്യാൻ പറ്റിയ ഏതൊരു കർമ്മയുടെ ബാക്കിയാണ് അവൻ. നിങ്ങൾ അനുഭവിക്കാതെ നിങ്ങളുടെ വിധി. നിങ്ങൾ മുൻജന്മവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ദ്രോഹിച്ചിട്ടുണ്ടോ, തിരിച്ചു കുട്ടികളെ ദ്രോഹിക്കും. ഇതാണ് കർമ്മ. അതുകൊണ്ട് അത് അവന്റെ കുഴപ്പമില്ല, നിങ്ങളുടെ കുഴപ്പമാണ്. അത് മനസ്സിലാക്കി. ഇങ്ങനെ ഒരു മകൻ ജനിച്ചത് നിങ്ങളുടെ കുഴപ്പം, അല്ലാണ്ട് അവന്റെ കുഴപ്പമില്ല. അവന്റെ ട്രാക്ക് അതിനാല് വിട്ടാൽ മതി. അവൻ അമ്പലത്തിൽ വരണം, അവൻ പള്ളിയിൽ വരണം. പക്ഷെ 10 ലക്ഷം രൂപ ശമ്പളമുള്ള ദൈവവിശ്വാസത്തിന് നാട്ടിൽ പോകും പറഞ്ഞാൽ പൊക്കോളാനും പറയും നിങ്ങൾ. ചേച്ചി പൊക്കോളം പറയും. ഇതേത് ലോജിക്ക്? അപ്പൊ ചേച്ചിയെ പ്രശ്നം ചേച്ചിക്കാണ്, മകനല്ല. മനസ്സിലായോ? ചേച്ചിയാണ് റെഡി ആവേണ്ടത്, മക്കളല്ല. മക്കളെ ലൈഫിന്റെ പാറ്റേൺ ഏതാണോ അവന്റെ, ഡോക്ടറാണ് ഡോക്ടർ, മെഡിസിൻ ആണ് മെഡിസിൻ, എഞ്ചിനീയർ, അത് കണ്ടെത്തി അവനെ ട്രാക്കിൽ വിട്ടാൽ അവൻ അത് അങ്ങനെ പൊക്കോളും. പിന്നെ അവന് ടെൻഷൻ ഇല്ല. പക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റാതെ നമ്മുടെ പ്രശ്നം. ഇപ്പൊ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായോ? ഈ ചേച്ചിയുടെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായില്ല എല്ലാവർക്കും? ഇതാണ് കുഴപ്പം. എന്റെ മകൻ, ഞാൻ ഉണ്ടാക്കിയ എന്റെ മോൻ ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ല. ദൈവവിശ്വാസം ഇല്ല, ദൈവവിശ്വാസം എല്ലാത്തിന്റെയും മൂലടിസ്ഥാനമല്ല. ഇതേ ചേച്ചി നാളെ 10 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്, മറ്റേ ഫിൻലാൻഡ് പോലുള്ള രാജ്യത്ത് ദൈവവിശ്വാസം ഇല്ലാത്ത അമ്പലം പള്ളി പൊളിച്ച രാജ്യത്തേക്ക് പൊക്കോളാൻ പറഞ്ഞാൽ പൊക്കോളാൻ പറയും, പൊക്കോന്ന് പറയും. എന്നറിയോ പണം? ഈ ചേച്ചി പറയട്ടെ ഇല്ലാന്ന്. ചേച്ചി അയ്യോ അവിടെ ദൈവവിശ്വാസം ഇല്ല, നാളെ പോണ്ടെന്ന് പറയില്ല. ഇവിടെയാണ് പ്രശ്നം. ഇപ്പൊ മനസ്സിലായ? ഇതാണ് ഈ നാടിന്റെ പരാജയം എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെയോ നിങ്ങളെ തുറച്ചു. ഈ ചേച്ചി എവിടെയോ ചേച്ചിനെ തുറച്ച് ചേച്ചി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാതാക്കി. ഇനി എന്റെ സ്വപ്നങ്ങളും ആഗ്രഹം മകനിലൂടെ. എന്റെ മകൻ പള്ളി വരുന്നുണ്ട് കേട്ടോ, നേരത്തെ ഡയലോഗ് പറഞ്ഞു ഞാൻ. എന്റെ മോൻ പള്ളിയിലേക്ക് ഉണ്ടാവും പോട്ടോ, അമ്പലത്തിൽ വരട്ടോ, പ്രാർത്ഥിക്കാൻ വരട്ടോ. അതൊക്കെ എടുത്തു കാണേണ്ട കാലം കഴിഞ്ഞു. ഞാൻ പോവാറില്ലേ, ഞാനേ പോവാറില്ല അമ്പലത്തില്. പൂരത്തിന് പോയിട്ട് സലാം പറഞ്ഞു പോരുന്ന ആളാണ് ഞാൻ. ഞാൻ ഈ ഇവിടെ പോകുന്നതും മറ്റേ അമ്പലത്തിൽ നിന്ന് ഞാൻ പോവാറില്ലേ. ഞാൻ കുമ്പളക്ക് പോകും, അത് വേറെ. ഇത് കാണിക്കാൻ വേണ്ടി പോണതാണ്. മീൻസ് അവിടെ ചെന്ന് എന്തെങ്കിലും കിട്ടുന്നുള്ളതിന് പോണത്, അത് വേറെ. അത് ആത്മസാക്ഷാത്കാരമാണ്.
ഞാനിവിടെ ലോക്കൽ അമ്പലത്തിൽ നിന്നും പോകാറുണ്ട്. അമ്പലത്തിൽ പെടുന്ന കൊല്ലങ്ങളായി. അതെ. അപ്പൊ ഇതാണ് കാര്യം. നിങ്ങൾ ദീപ ചേച്ചി എവിടെയോ ചേച്ചിയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തകർത്ത് കളഞ്ഞു. ആ തകർത്ത് കളഞ്ഞ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മകനിലൂടെ പൂർത്തീകരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മുഴുവൻ മക്കൾ കേൾക്കണം. ഇവിടെയാണ് പ്രശ്നം. ഇതെടുത്ത് കളയാനാണ് ഇത്ര നേരം പറഞ്ഞത്. ഇത് തയ്യാറല്ല. എന്ത് ചെയ്യും? ഇപ്പോഴും എന്റെ മക്കള് ഇന്നെന്നെ പിടിച്ചിരിക്കുക. അവരുടെ ആത്മാ എന്താണെന്നോ, അവരെന്തിന് ഭൂമിയിൽ പിറവിയെടുത്തുവെന്നോ, അവരുടെ ലക്ഷ്യം എന്താണെന്നോ ചിന്തിക്കാൻ ഇപ്പോഴും ദീപചേച്ചി തയ്യാറായില്ല എന്നർത്ഥം. ഇനി തയ്യാറാവുകയും ഇല്ല എന്നർത്ഥം. ഇപ്പൊ മനസ്സിലായ കാര്യം? ഇതാണ് പ്രശ്നം. ഈ നാടിന്റെ പ്രശ്നം അതാ. അവൻ ആ പ്രാർത്ഥിക്കുന്ന സമയമാണെങ്കിൽ അവന് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പൊ 10 ലക്ഷം ശമ്പളത്തിൽ ജോലിക്ക് പോയാൽ മോനെ 10 ലക്ഷം രൂപ ജോലി കളഞ്ഞിട്ട് നീ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചോളൊന്നും പറയില്ല. അവൾ പണം വലുതാവും, അവൾ പൈസ വലുതാവും. അപ്പൊ ദൈവമൊന്നും വേണ്ട, പണങ്ങൾ കിട്ടിയാൽ മതി, പൈസ ഉണ്ടായാൽ മതി. ഇതാണ് ഒരുവിധം എല്ലാ അച്ഛനമ്മമാരും. നിങ്ങളുടെ അച്ഛനമ്മ ഇങ്ങനെ തന്നെയായിരുന്നു, നിങ്ങളുടെ അപ്പൂപ്പനമ്മ ഇങ്ങനെ തന്നെയായിരുന്നു, നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ മക്കളും ഇങ്ങനെ തന്നെ ആവും. അതിലൊരു മാറ്റമില്ല. അപ്പൊ അത് ഇവിടുന്ന് കട്ടയ അവിടെ പോയി തോണ്ട, എവിടെയോ നിങ്ങൾ കുഴിച്ചിട്ട് അവർ തോണ്ടി കണ്ടുപിടിക്കുക. കാര്യം മനസ്സിലായോ? 1 മണിക്കൂറായി. ഇപ്പൊ ക്ലിയർ ആയോ? ദീപചേച്ചിനെ പോലെ നിങ്ങൾ ആവാതിരിക്കുക. ഓക്കെ, അതാണ് എനിക്ക് പറയുന്നത്. വഴിവഴച്ച് പോകരുത്. നിങ്ങൾക്ക് വഴിവഴച്ച് പോയിട്ടാണ് ഒന്നുമില്ല. നിങ്ങളോട് ആരും വഴിവഴച്ച് പോയിട്ടൊന്നുമില്ല. നിങ്ങളുടെ മക്കളും വഴിവഴച്ച് പോകുന്നില്ല. അവരുടെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതവിടെയാണ് പ്രശ്നം. അത് വിട്ട് നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അവിടെ ഞാനില്ല. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്. ദീപചേച്ചി എന്താണ് ആഗ്രഹം ഉണ്ടായിരുന്നത്? ചേച്ചിയുടെ ആത്മസാക്ഷാത്കാരം നേടിയെടുത്തോ? സമാധാനത്തിലാണോ ജീവിക്കുന്നത്? എന്റെ ലക്ഷ്യം ഞാൻ പൂർത്തീകരിച്ച് അതിലാണോ ജീവിക്കുന്നത്? അല്ല. അതുകൊണ്ടാണ് ഈ മക്കളെ വെക്കട്ട് കയറുന്നത് അർത്ഥം. മനസ്സിലായ കാര്യം? ഓക്കെ, എന്നിരുന്ന് ആലോചിച്ച് നോക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ഈ വീഡിയോ ആണെങ്കിൽ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം എന്താ അറിയും, കുറെ പേർക്ക് നമ്മൾ ഈ ക്ലാസ്സിൽ എന്താണ് സംഭവിക്കുന്നത്, ക്ലാസ്സിൽ എന്താണ് പറയുന്നത് ആർക്കൊരു വലിയ വിവരമൊന്നുമില്ല. ഒന്ന് പബ്ലിക്കാക്കി കഴിഞ്ഞാൽ ഒന്ന് വിഷമം. പിന്നെ വിജയേട്ടാ 1 മണിക്കൂർ കഴിഞ്ഞു. ഈ നേരം വരെ മിണ്ടാതിരുന്നത് ഇപ്പോഴാണ് കൈവക്കണ. ക്ലാസ് കണ്ട സമയമായി. ഓക്കെ, ഇപ്പൊ അതുകൊണ്ട് കഴിയാം. 10 മിനിറ്റ് അവസാനിപ്പിക്കാം. പിന്നെ ആർക്കും കൈവക്കണ്ട കേട്ടാ. നോക്കാം ചെയ്യും. പോയി കൈക്കോട്ട് എടുത്തോ. പോയിട്ടോ. ചേട്ടാ പെട്ടെന്ന് പറയും. സൗണ്ട് ഇല്ല. ആ ബ്ലൂടൂത്ത് സൗണ്ട് ഇല്ല. സൗണ്ട് ആ ബ്ലൂടൂത്ത് ഓഫ് ചെയ്താൽ തന്നെ. ഗുഡ് മോർണിംഗ്. അതെ, എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പിള്ളേര് പഠിക്കാണ്ടൊക്കെ ഇരിക്കുമല്ലോ, അപ്പൊ നമ്മള് അവരെ പ്രഷർ ചെയ്ത് പഠിപ്പിക്കണ്ടല്ലോ. അത് നല്ല കാര്യമായിരിക്കുമോ, അല്ലയോ നമ്മള് അവരുടെ രീതിയിലാണോ വരേണ്ടത്? തന്നെ പറഞ്ഞ ഈ ലോകത്ത് കോടീശ്വരന്മാരുടെ എല്ലാവരും ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു. ഇത്രയുള്ള സംഭവം ഇത്രയും കിട്ടിയില്ലേ? പിന്നെ അവരുടെ ലക്ഷ്യത്തിന് അവർ പരിശ്രമിച്ച് അവരവിടെ എത്തി. നിങ്ങളുടെ മകന്റെ ലക്ഷ്യത്തിന് നിങ്ങൾ അവനെ വഴി കാണിച്ചു കൊടുക്ക്. അപ്പൊ നിങ്ങളുടെ മകനും കോടീശ്വരനാവും. ഇത്രയുള്ള സംഭവം. അതിന് നിങ്ങളുടെ മകന്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണ്ടേ? നിങ്ങളുടെ പാരമ്പര്യം എന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ? കൊല്ലന്റെ മകൻ കൊല്ലൻ, തട്ടാന്റെ മകൻ തട്ടാൻ. നിങ്ങളുടെ പാരമ്പര്യം എന്ത്? അത് കണ്ടുപിടിച്ച് അവനതിലേക്ക് വിട്ട പ്രശ്നം തീർന്നു. അത് നിങ്ങൾ ഞാൻ പോയേക്കണ എന്റെ പാരമ്പര്യത്തിനനുസരിച്ചാണ്. അപ്പൊ അവരും അതേപോലെ പോകണം എന്ന് തന്നെ ആയിരിക്കുമോ? അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിങ്ങളുടെ അച്ഛനും അച്ചാച്ചനും ചെയ്യുന്ന ജോലി തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ അച്ചാച്ചൻ ചെയ്ത ജോലി തന്നെയാണ് പപ്പ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അത് തന്നെയാണ്. അച്ചാച്ചൻ എന്താ ചെയ്തത്? ബേക്കറിയുടെ ഇതായിരുന്നു. നിങ്ങളോ? ഞാനും ബേക്കറി ഷെഫാണ്. ഷെഫ്? നിങ്ങളുടെ അച്ഛനോ? എന്റെ പപ്പ ഇതിലായിരുന്നു, ചാരായ തൊഴിലാളിയായിരുന്നു. അത് കഴിഞ്ഞ പപ്പയും ബേക്കറി ബിസിനസ് ആയിട്ട് പോയായിരുന്നു. ശരി. നിങ്ങളുടെ ഭാര്യയോ? ഭാര്യ നേഴ്സാണ്. നിങ്ങൾ എന്തിനാ ബേക്കറി ജോലി ചെയ്ത പാരമ്പര്യത്തിൽ നിങ്ങൾ എന്തിനാ നേഴ്സാണുള്ള പെണ്ണ് തിരഞ്ഞെടുത്തത്? ബേക്കറി ഉള്ള ഫാമിലി തിരഞ്ഞെടുക്കണ്ടേ? നമുക്കറിയില്ലാത്ത അതല്ല ചോദ്യം ഡയമെൻഷൻ അതല്ല. എന്റെ ചോദ്യം ഡയമെൻഷൻ
നിങ്ങളുടെ പാരമ്പര്യം ഇങ്ങനെ പോകുമ്പോ നിങ്ങളും ബേക്കറിയും ഹോട്ടലുമായി ബന്ധപ്പെടുന്ന ഒരു മേഖല എന്ന് തന്നെയല്ലേ പെണ്ണിനെ തെരഞ്ഞെടുക്കേണ്ടത്? അപ്പോഴല്ലേ തട്ടാന്റെ മോൻ തട്ടാനും കരുവാന്റെ മോൻ കരുവാന്റെ പാരമ്പര്യത്തിൽ പെണ്ണിനെടുക്കുന്നു, തട്ടാന്റെ ആ പെണ്ണിനെടുക്കുന്നു, മറ്റേ കൊല്ലന്റെ പെണ്ണെടുക്കുന്നു അല്ലെ? ഇതല്ലേ അതെ പാരമ്പര്യപ്പെടുന്നത്. നിങ്ങൾ ഇതിന്റെ പാരമ്പര്യത്തെ ആ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ആയിപ്പോയി. പോട്ടെ, ആ അറിവുകൊണ്ടല്ല, ചേഞ്ച് ആയിപ്പോയി, ശരിയല്ലേ? ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ നഴ്സായിട്ട് എടുക്കുമ്പോ നിങ്ങളുടെ ഭാര്യയുടെ നഴ്സിംഗ് കോമ്പിനേഷനും നിങ്ങളുടെ ബേക്കറി കോമ്പിനേഷൻ രണ്ടും കൂടി മിക്സ് ആയിട്ടല്ലേ കുട്ടി ജനിക്കുക, അതെ ആ അല്ലെ? അതെ അതെ ശരി, നിങ്ങളുടെ അച്ഛന്റെ അനിയൻ ചേട്ടന്മാരുണ്ടല്ലോ, അവരൊക്കെ ബേക്കറി ആയിരുന്നോ? ആ എല്ലാരും ബേക്കറിയാണ്. ശരി, ശരി. ഇപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? എന്റെ കൊച്ചിനിപ്പോ മൂത്ത കൊച്ചിന് 10, 10. ഇളയതിന് 5 ആയിട്ടുള്ളൂ. ശരി, ഒരു അടുത്ത ചോദ്യം. നിങ്ങളുടെ ആഗ്രഹം ബേക്കറി ബിസിനസ് തന്നെയായിരുന്ന? അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ശരി, അപ്പൊ നിങ്ങളുടെ ആഗ്രഹത്തിൽ കൊച്ചു ജനിക്കുവോ? ആ പക്ഷെ ശരി, ആ ഓക്കെ അതുകൊണ്ടല്ലേ പല ചെക്കന്മാരും കാമുകിയുടെ പേര് മകൾക്ക് ഇടുക. അപ്പൊ ഒരു പെൺകുട്ടി ഉണ്ടായാലും എന്ത് ചെയ്യും? നമ്മുടെ പഴയ കാമുകിയുടെ പേരിടും. ഇങ്ങനെ അറിയും, ആ കാമുകിനെ ആ കെട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പേര് അങ്ങനെ ഇടും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഓക്കെ ഇനി അടുത്ത് പോട്ടെ, ആ നിങ്ങളുടെ ഭാര്യയ്ക്ക് നേഴ്സ് ആവണം തന്നെയായിരുന്നോ ചെറുപ്പത്തിൽ ആഗ്രഹം? അതല്ല അവൾക്ക് വല്ല പാട്ടുകാരിയാവാനോ ടീച്ചർമാരാവാനോ ആഗ്രഹം ഉണ്ടാവില്ലേ? ഓക്കെ ആ ആഗ്രഹത്തിന്റെ പുറത്ത് മകനോ മകളോ ജനിക്കില്ലേ നിങ്ങൾക്ക്? ആ അപ്പൊ ആ മകനെ ആ ബേക്കറി പണി ചെയ്യണം, ബേക്കറിയുടെ പുറത്ത് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അവൻ നിന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങളാണോ അത് അവനാണോ? അത് ഞാൻ തന്നെ അപ്പൊ പ്രശ്നം തീർന്നു ഇല്ലേ? അതെ അതെ ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ അങ്ങനെയാണ് നിങ്ങൾ ബേക്കറി തൊഴിലാളിയാണുള്ള ഒരു പെണ്ണിനെ തന്നെ കെട്ടണമായിരുന്നു. ആ പെണ്ണിനും ബേക്കറി തൊഴിലാളി, അവരും ബേക്കറി, നിങ്ങളും ബേക്കറി, നിങ്ങളുടെ മകനും ബേക്കറി. കറക്റ്റ്. നിങ്ങളത് തയ്യാറായില്ല. ഓക്കെ ഇത് പറഞ്ഞുതരാറുണ്ടായില്ല. ഇതെവിടെയാണ് പ്രശ്നം? ഇപ്പൊ മനസ്സിലായ കാര്യം മനസ്സിലായി ഇത്രേ ഉള്ളൂ. ഓക്കെ, ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു ജൻസി ചേച്ചി. താങ്ക് യു ചേച്ചി. ഓക്കെ, താങ്ക് യു ശ്രീജി ചേച്ചി. താങ്ക് യു സജീവൻ. താങ്ക് യു. അജീം ബിദൂടി ഉണ്ടാ? താങ്ക് യു. സജീവടാ റെക്കോർഡ് ചെയ്ത് വിട്ടോട്ടാ. ചേട്ടാ താങ്ക് യു. ചേച്ചി താങ്ക് യു. കൃഷ്ണ ചേട്ടാ താങ്ക് യു. ജോസഫേട്ടാ താങ്ക് യു. Recording stopped. ഒന്നൊന്നര തിരിച്ചറിവ്. ഓക്കെ, താങ്ക് യു. അനുമോൾ ചേച്ചി താങ്ക് യു. ചേച്ചി താങ്ക് യു. മിനി ചേച്ചി താങ്ക് യു. ദീപ ചേച്ചി താങ്ക് യു. അനുബാബു അനു ചേച്ചി താങ്ക് യു. ബിന്ദു ചേച്ചി താങ്ക് യു. പ്രസിദ്ധ ചേച്ചി താങ്ക് യു. ബിന്ദു ചേച്ചി താങ്ക് യു. പ്രശോഭ ചേട്ടാ താങ്ക് യു. രമി ചേട്ടാ താങ്ക് യു. മാക്സ് പൊളിച്ചു. ഓക്കെ, രാജേച്ചി താങ്ക് യു. വേണുഗോപാൽ താങ്ക് യു. താങ്ക് യു. വിനീഷ് ചേട്ടാ താങ്ക് യു. വിനീഷ് ചേട്ടാ താങ്ക് യു. വിനീഷ് ചേച്ചി താങ്ക് യു. ജോമോൾ ചേച്ചി താങ്ക് യു. ഞാൻ താങ്ക് യു ചേച്ചി. എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത പിന്നെ എല്ലാവരും താങ്ക് യു എന്ന് പറഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ടാണ് ടുഡേസ് ക്ലാസ്സസ് അമേസിംഗ് മൈൻഡ് ബ്ലോയിങ്. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അംഗമായിക്കോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആഴ്ചയിലൊക്കെ ഒരു ക്ലാസ് എല്ലാവർക്കും കൂടി വെക്കാനൊക്കെ ഉണ്ട്, പ്ലാൻ ഉണ്ട്. ഓക്കെ, കമ്മ്യൂണിറ്റി അംഗമായിക്കോന്ന് പറയാനുള്ള കാരണം ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താറുണ്ട് നമുക്ക്. ഓക്കെ, ഒരുപാട് തത്വങ്ങൾ നമുക്ക് ലോകത്തിൽ കൊണ്ടുപോകാനുണ്ട്. ബൈ, താങ്ക് യു എല്ലാവർക്കും. ബൈ, ക്ലാസ് ക്ലോസ് ചെയ്യാം കേട്ടോ.